നമുക്ക് എല്ലാ നിലക്കും ഊർജം നൽകി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട ഉമറാക്കൾ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര്, നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ വളരെയധികം ഈ പ്രവർത്തനത്തിന് കഠിനാധ്വാനം ചെയ്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. മുസ്ലിമിന്റെ നേരായ വഴി എന്നതാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ച വിഷയം. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയിലൂടെ നേരായ വഴിയിൽ അല്ലാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത്. വഴികൾ യഥാർത്ഥത്തിൽ ഒരുപാടുണ്ട്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ യഹൂദികളിലും നസാറാക്കളിലുമൊക്കെ ആളുകൾ 70, 71, 72 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതേപോലെ ഈ സമുദായത്തിലും സംഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണത്തോടുകൂടെ പ്രഖ്യാപിച്ചു. എല്ലാ കാലഘട്ടത്തിലും സ്വയം ഗവേഷണം ചെയ്ത്, സ്വയം ചിന്തിച്ച്, പരിമിതമായ ബുദ്ധി വെച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതെ പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ അത് ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പൊതുജനങ്ങൾ ഏത് പുതിയത് വന്നാലും കാര്യമറിയാതെ അതിന്റെ പിന്നാലെ ഓടും. ഈ പുതിയതിൽ അടിസ്ഥാനപരമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു ഫുട്ബോളിന്റെ പിന്നിൽ ഓടുന്ന ആളുകളെ പോലെ. യഥാർത്ഥത്തിൽ ഒരു ആവേശമാണ്. ഒരു പന്തിന്റെ പിന്നാലെ ഓടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പന്തിൽ ഒരു മഹാത്മ്യവുമില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിന്റെ ഉള്ളു പൊള്ളയാണ്. അതുകൊണ്ടാണ് അതടിക്കുന്ന സമയത്ത് പൊന്തുന്നത്. എന്നതുപോലെ ചിലർ വല്ലാതെ ബഹളം വെക്കും, വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കും. ആ സമയത്ത് അതിലൊക്കെ സത്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നേരായ വഴിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സാധുക്കൾ അതിന്റെ പിന്നാലെ ഓടും. അപകടകരമായ അത്തരമൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ആദർശപരമായിട്ട് പടക്കാത്ത ഒരു റൂട്ട് സ്വർഗത്തിലേക്കുണ്ട്. ആ വഴിയിലൂടെ കൃത്യമായി സഞ്ചരിക്കാൻ അതിനുവേണ്ടി അള്ളാഹുവോട് ഒരു ദിവസം നമ്മൾ നിരന്തരം ദുആ ചെയ്യുന്നു സൂറത്തുൽ ഫാത്തിഹയിലൂടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 സൂറത്തുകൾ നൽകിയപ്പോൾ അതിൽ ഏറ്റവും സ്ഥാനം അല്ലാഹു കൊടുത്തത് സൂറത്തുൽ ഫാത്തിഹക്കാണ്. 80,000-ഓളം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അല്ലാഹു അവതരിപ്പിച്ച സൂറത്തുൽ ഫാത്തിഹ 25ഓളം പേരുകളിൽ അറിയപ്പെടുന്ന സുപ്രധാനമായ അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ഒരു സൂറത്തിന്റെ മഹാത്മ്യം മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു പ്രഖ്യാപിക്കുക എന്ന അപൂർവമായ സൗഭാഗ്യം ലഭിച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ 7 വചനങ്ങളടങ്ങിയ സൂറത്തുൽ ഫാത്തിഹ. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി. അൽ-ഹിജ്ർ സൂറയിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ഇതിനെ താങ്കൾക്ക് നാം ആവർത്തിച്ചോതുന്ന 7 വചനങ്ങളെ ഇറക്കി തന്നിരിക്കുന്നു. അൽ-ഹിജ്ർ സൂറത്തിലൂടെ ഈ സൂറത്തിന്റെ മഹാത്മ്യം അല്ലാഹു തആല ബോധ്യപ്പെടുത്തി സൂറത്തുൽ ഫാത്തിഹയിലൂടെ. എന്താണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അല്ലാഹു തആല ഇത്രമാത്രം മഹത്വം നൽകിയത്? സൂറത്തു ദുആ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന
ആ 7 വചനങ്ങൾ നമ്മൾ ഓതലോടുകൂടെ വലിയൊരു പ്രാർത്ഥന, വലിയൊരു അപേക്ഷ അല്ലാഹുവിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം, അതാ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. അതായത് അല്ലാഹു ദുആ ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. എങ്ങനെ അല്ലാഹുവോട് ദുആ ചെയ്യണം, അതിന്റെ മാറ്റർ അല്ലാഹു തആല ആക്കി തന്നിരിക്കുകയാണ്. നമ്മളൊരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആർക്കാണോ അപേക്ഷ കൊടുക്കുന്നത് ആ അപേക്ഷ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില ഉപചാരങ്ങൾക്ക് ശേഷം വിധേയം പ്രകടിപ്പിക്കണം. അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ കാര്യം ചോദിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ലീവ് ലെറ്റർ നമ്മൾ നൽകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സമക്ഷത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. അതായത് അത് ആദരവാണ്, അതിന്റെ ഉപചാരങ്ങളാണ്. അതിനോടുകൂടെ ഞാൻ നിങ്ങളുടെ ആളാണെന്ന് തെളിയിക്കും. ആനുകൂല്യങ്ങൾക്ക് കൊണ്ടല്ലൊരു ഒപ്പുവെക്കൽ. അവസാനം നമ്മുടെ കാര്യം നമ്മൾ ചോദിക്കണം. സർ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം ചോദിക്കുന്നത് പോലെ ഇതേ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ. അതായത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നാണ് നമ്മുടെ അപേക്ഷകളിലൊക്കെ ആ രീതി വന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഈ 4 വചനങ്ങൾ ഉപചാരങ്ങളാണ്. എന്തിന്? ഇഹ്ദിന മുതലുള്ള ആ പ്രാർത്ഥന, നേരായ വഴി, ഒരു മുസ്ലിമിന്റെ നേരായ വഴി, ആ വഴിയിലെത്താൻ, എത്തിയാൽ ഉറച്ചു നിൽക്കാൻ, മരണം വരെ ഉറച്ചു നിൽക്കാൻ, ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹുവോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന സ്വീകരിക്കാൻ ആദ്യം ഉപചാരങ്ങളാണ്. അതായത് അല്ലാഹുവോടാണ് ചോദിക്കുന്നത്. അപ്പൊ അല്ലാഹുവിനെ ഒരല്പം പൊക്കി വെക്കാൻ അല്ലാഹു കൽപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ലാതെ എല്ലാവരോടും കരുണ ചെയ്യുന്നവനും വിശ്വാസികൾക്ക് മാത്രം നാളെ പരലോകത്ത് അവരോട് കരുണ കാണിക്കുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിനെ പൊക്കിവെച്ചു. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവിനാവുന്നു സർവസ്തോത്രങ്ങളും. സർവലോകങ്ങളെയും സംരക്ഷിക്കുന്ന അല്ലാഹു. എത്ര അർത്ഥവത്താണ് ആ പ്രയോഗം. റബ്ബുൽ ആലമീനാണ്. ഒരു കുടുംബനാഥൻ തന്റെ കുടുംബത്തെ പരിചരിക്കുമ്പോഴേക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടും. നമ്മൾ കുടിക്കുന്ന വെള്ളം ഒരു വീട്ടിലെ കിണറിൽ ഒരല്പം കുറഞ്ഞാൽ സഹോദര അതുപോലും പ്രയാസപ്പെടുന്നു. എങ്കിൽ നോക്കൂ സഹോദര, അണ്ടകടാഹങ്ങളെ മുഴുവനും പരിപാലിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു. ഈ ഭൂമിയിൽ എത്ര വെള്ളമുണ്ട്? 700 കോടി മനുഷ്യർ താമസിക്കുന്ന ഭൂമിയിലെ കര അതിന്റെ 3 ഇരട്ടി കടല. 97% ഉപ്പുവെള്ളം. സഹോദര ഒന്ന് ചിന്തിച്ചു നോക്കും. ബാക്കി 3% യഥാർത്ഥത്തിൽ 700 കോടി മനുഷ്യർക്ക് കുടിക്കാൻ. എത്ര വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദിവസം. ഇതൊക്കെ സംരക്ഷിക്കുന്നത് അല്ലാഹുവാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, പ്രകൃതിക്ക് പോലും. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അല്ലാഹു നോക്കൂ ഉപചാരം പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്കാകുന്ന സർവസ്തോത്രങ്ങളും. വീണ്ടും ഉപചാരം അർറഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായവൻ. അത് നമ്മൾ ഒറ്റവാക്കിൽ അർത്ഥം വെക്കുന്നതാണ്. ദുനിയാവിൽ വെച്ച് വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ലാതെ സർവരോടും ദയ കാണിക്കുന്നവൻ. ഇവിടെ വായു, വെള്ളം, അള്ളാഹുവിന്റെ ഭക്ഷണം, പാർപ്പിടം, വാഹനം, വസ്ത്രം, ഇതൊക്കെ അള്ളാഹു നൽകുന്ന വിഷയത്തിൽ ആണ് മുസ്ലിമാണോ മുസ്ലിം അല്ലേ എന്ന് നോക്കുന്നൊരു പ്രശ്നമല്ല. എല്ലാവർക്കും ഉണ്ടാവും. മറുഭാഗത്ത് ഒരൽപ്പം കൂടുതലായിരിക്കും. കാരണം അവർക്കിത് സ്വർഗമാണ്, നമുക്കാകട്ടെ ജയിലുമാണ്. എന്നാൽ അതേസമയം നാളെ പരലോകത്ത് സഹോദര അല്ലാഹു തആല റഹീമാണ്. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ച സത്യവിശ്വാസി, നേരായ മാർഗത്തിൽ നിലകൊണ്ട മുസ്ലിം, അവനിക്ക് മാത്രമേ നാളെ അള്ളാഹുവിന്റെ ദയയുള്ളൂ, അള്ളാഹുവിന്റെ കാരുണ്യം. അതാണ് അള്ളാഹു പറയുന്നത് റഹീം. വീണ്ടും അള്ളാഹു പറയുന്നു മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ, പ്രതിഫലദാന ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു.
അള്ളാഹുവിനെ പരിചയപ്പെടുത്തണം. അവൻ പ്രതിഫലദാന ദിനത്തിന്റെ ഉടമസ്ഥനാകുന്നു. ഇപ്പൊ ഉപചാരങ്ങളായി ഇതൊക്കെ എന്തിനറിയോ? നേരായ വഴിയിലെത്താൻ വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വീകരിക്കാൻ അതിന്റെ ചില മര്യാദകളാണ്. ഇനി വിധേയത്വം പ്രകടിപ്പിക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ലക്ഷക്കണക്കിന് ഉസ്താദുമാർ, അവർക്കുള്ള ആനുകൂല്യത്തിന് ഒരു സാക്ഷ്യപത്രം വേണം. അതെന്തിനാ? കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെലവഴിക്കുമ്പോൾ അതിന് അഡ്രസ് വേണം. ആ സാക്ഷ്യപ്പെടുത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ SKSSF-ന്റെ ഒരു ലെറ്റർ ഹെഡിൽ ഒരു എടുത്തു കൊടുക്കാം. അത്യാവശ്യമാണ്. സഹോദര, അള്ളാഹുവോട് നമ്മളൊരു കാര്യം ചോദിക്കും, ഒരു അപേക്ഷയിൽ അത് വേണം. അള്ളാഹുവോട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചോദിക്കാൻ പോവാണ്. ആ കാര്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ ആള് തന്നെ എന്ന് തെളിയിക്കാം. അതാണ് ഏത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിനക്ക് മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തൂ. ഞങ്ങളുടെ ആരാധന നിനക്ക് മാത്രമാണ്. ഞങ്ങൾ സഹായം തേടുന്നത് അത് നിന്നോട് മാത്രമാകുന്നു. ആരായി നമ്മൾ? അള്ളാഹുവിന്റെ ആളായി പൂർണ്ണമായിട്ട് വിധേയത്വം പ്രകടിപ്പിക്കണം. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ അപേക്ഷയിൽ കൊടുക്കുന്നത് പോലെ സർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയാൽ മതി. അള്ളാഹു തആല അങ്ങനെ ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കണം. നമ്മൾ ആനക്കകത്തുള്ള ഇവിടെ തൊട്ടടുത്താണ് പഞ്ചായത്ത് ഓഫീസും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസൊക്കെ കിടക്കുന്നത്. വില്ലേജിലേക്ക് നമ്മൾ സമർപ്പിക്കേണ്ട ഒരു അപേക്ഷ അത് വില്ലേജിൽ നിന്ന് തന്നെ നമ്മുടെ കൈവശം തന്നിട്ട് അത് ഫില്ല് ചെയ്ത് ഇനി ഇത് അവിടെ സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു കവറിലാക്കിയിട്ട് അവിടെ ഏൽപ്പിച്ചാൽ മതി. എല്ലാം അതിൽ റെഡിയാണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പ്രശ്നമില്ല. അവർ അച്ചടിച്ച് തന്നതാണ്. പിന്നെ അവിടെ പ്രശ്നമില്ല. ഇതേപോലെ സഹോദര, 7 വചനങ്ങൾ അല്ലാഹു 80,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അല്ലാഹു തആല ഇറക്കി തന്നു. സൂറത്തുൽ ഫാത്തിഹ നമ്മളത് ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പ്രാർത്ഥനയാണ്. നമ്മളത് ഓതുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്താ നമ്മൾ ചോദിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബഹി നിസ്കാരത്തിൽ നിർബന്ധമായും 2 റക്അത്തിൽ 2 വട്ടം നമ്മൾ ചോദിക്കുന്നു. അതുപോലെ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ ഇല്ല സഹോദര, ളുഹർ നിസ്കാരത്തിൽ 4 റക്അത്തിൽ വീണ്ടും ചോദിക്കും. കഴിഞ്ഞില്ല സഹോദര, അസ്ർ നിസ്കാരത്തിൽ നിർബന്ധമായും 4 റക്അത്തിൽ വീണ്ടും നമ്മൾ ചോദിക്കുന്നു. ഇടതടവില്ലാതെ അധികം വൈകാതെ നമ്മൾ മഗ്രിബ് നിസ്കാരത്തിൽ 3 പ്രാവശ്യം ചോദിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇശാ നിസ്കാരത്തിൽ 4 പ്രാവശ്യം ഹിദായത്തിന് വേണ്ടി നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ചോദിക്കുന്നു. പ്രകൃതിയിൽ അല്ലാഹു നമുക്ക് ഉറക്ക് കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉറങ്ങും. പിന്നെ നമ്മളതാ ഇതേ നേരായ മാർഗത്തിലെത്താൻ സുബഹിക്ക് കൊണ്ട് ചോദിക്കുന്നു. ഇതെന്തോ 1 വട്ടം പോരെ? അല്ലെങ്കിൽ 1 ദിവസം പോരെ? ഇല്ല സഹോദര, നിർബന്ധമായും ഈ പരിശുദ്ധ റജബ് മാസത്തിൽ അല്ലാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരത്തിലൂടെ ഒരു സത്യവിശ്വാസി ബുദ്ധിയുള്ള ശുദ്ധിയുള്ള കാലം ചോദിച്ചു കൊള്ളണം. ഫാത്തിഹ അല്ലാതെ നിസ്കാരമില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരം മാത്രമല്ല സഹോദര. വജ്ജഹത്ത് ഓതാത്ത ഒരേ ഒരു നിസ്കാരമാണ് യഥാർത്ഥത്തിൽ മയ്യത്ത് നിസ്കാരം. വജ്ജഹത്ത് വേണ്ട. ആ മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. എന്തേ അള്ളാഹു നിർബന്ധമാക്കിയത്? രാവിലെ സുബഹിയിൽ നമ്മൾ 2 പ്രാവശ്യം ഫാത്തിഹയിലൂടെ നേരായ മാർഗത്തിലെത്താൻ ദുആ ചെയ്താലും മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് നിക്ഷേപിച്ച ഒരു തൂവല് പോലെയാവും. അതായത് അത് കാറ്റിന്റെ ദിശയനുസരിച്ച് പാറിക്കൊണ്ടിരിക്കും, സ്ഥായിയായിട്ട് നിൽക്കില്ല. എന്നതുപോലെ സഹോദര, മനുഷ്യന്റെ മനസ്സ് പിഴക്കാൻ സാധ്യതയുണ്ട്. ഹിദായത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമാകുന്ന വിശ്വാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടതടവില്ലാതെ നിർബന്ധമായിട്ടും സത്യവിശ്വാസി ചോദിക്കാം. ആഴത്തിൽ ചിന്തിക്കണം നിങ്ങൾ അതിന്റെ ഗൗരവം. ഫാത്തിഹ ഒഴുക്കം മറ്റിൽ ചെയ്യേണ്ടതല്ല. നമ്മൾ ദുആ ചെയ്യുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലേക്ക് നിങ്ങൾ ചേർക്കണമേ. അള്ളാഹു നമ്മളോട് ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കണം. അതായത് അള്ളാഹു ഇറക്കി തന്നു. എങ്ങനെയാണ് ചോദിക്കേണ്ടത് അതിന്റെ ക്രമം കൃത്യമായിട്ട് അള്ളാഹു ഇറക്കി തരും. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം.
അല്ലാഹുവേ മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്തേണമേ. സിറാത്തുൽ മുസ്തഖീം എന്നാണ് പറഞ്ഞത്. സബീലുൽ മുസ്തഖീം എന്ന് പറയാമായിരുന്നു, ത്വരീഖുൽ മുസ്തഖീം എന്ന് അല്ലാഹുവിനിക്ക് പറയാമായിരുന്നു. ഇഹ്ദിനത് ത്വരീഖൽ മുസ്തഖീം അല്ലെങ്കിൽ ഇഹ്ദിനസ് സബീലുൽ മുസ്തഖീം. പക്ഷേ അല്ലാഹു പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അവിടെ നേരായ വഴി, സ്ട്രെയിറ്റ് പാത്ത്, അതിൽ അല്ലാഹു തആല ഉപയോഗിച്ചത് സബീലുൽ മുസ്തഖീം എന്ന് പറയാതെ, ത്വരീഖുൽ മുസ്തഖീം എന്ന് പറയാതെ സിറാത്തുൽ മുസ്തഖീം എന്നാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം? നമ്മൾ അല്ലാഹുവോട് നിരന്തരം ചോദിക്കുന്നത് മുസ്തഖീമായ മാർഗത്തിൽ ഞങ്ങളെ, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, ഏതാണ് ഈ മുസ്തഖീമായ മാർഗം? ഉടനെ തന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ഒരു വിഭാഗത്തിന്റെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തണേ. അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യാം, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ കഴിഞ്ഞുപോയ പൂർവ്വസൂരികളുടെ മാർഗത്തിലേക്ക് നാഥാ ഞങ്ങളെ ചേർത്തേണമേ. ഒരു മുസ്ലിമിന്റെ നേരായ വഴിയത. വീണ്ടും നമ്മൾ ദുആ ചെയ്യുന്നത് ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, പിഴച്ചു പോകാത്ത, നിന്റെ ദേശത്തിനിരയാകാത്ത, നിന്റെ അനുഗ്രഹം ലഭിച്ച പൂർവ്വസൂരികളുടെ വഴിയേതോ ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തേണമേ. അല്ലാഹുവോട് നിരന്തരം നമ്മൾ ചോദിക്കുന്നത് അതാണ്. മുസ്തഖീമായ മാർഗത്തിലേക്ക് നമ്മളെത്തണം. ഏതാണ് മുസ്തഖീമായ മാർഗം? അല്ലാഹു പഠിപ്പിക്കാം. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ കഴിഞ്ഞുപോയ വിഭാഗം പൂർവ്വസൂരികൾ എന്തല്ല, പ്രസ്ഥാനക്കാർ പറയുന്നത് പോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും എന്ന് പറഞ്ഞ് വഴി പഠിപ്പിക്കാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാഹു ദുആ ചെയ്യാൻ പഠിപ്പിക്കേണ്ടത് പൂർവ്വസൂരികളുടെ വഴി ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഴി ശരിയാണെന്ന് പറയാം, എന്നിട്ട് അബ്ദുൽ മൗദൂദിയുടെ വഴി ശരിയാണെന്ന് പറയും, ഇബ്നു തൈമിയ്യയുടെ വഴി ശരിയാണെന്ന് പറയും, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ വഴി ശരിയാണെന്ന് പറയും, റഷീദ് റിവയുടെ മുഹമ്മദ് അബ്ദുലിന്റെ ഒക്കെ വഴി ശരിയാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇവർ പറയാണ് പൂർവ്വസൂരികളുടെ വഴി ശരിയല്ല, യഥാർത്ഥത്തിൽ പഴച്ചവരുടെ വഴി ശരിയാണ് എന്ന് പിന്നീട് സ്ഥിരപ്പെടുത്താൻ പലരും. അല്ലാഹു ദുആ ചെയ്യാൻ പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ഖുർആനി വസ്സുന്നഹ്. അങ്ങനല്ല നമ്മൾ ഒരു ദിവസം 17 വട്ടം ദുആ ചെയ്യുന്നത്. പിന്നെയോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നിന്റെ പൂർവ്വസൂരികളുടെ, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ, നിന്റെ കോപത്തിനിരയാവാത്ത, നിന്റെ ദേശത്തിന് പാത്രമാകാത്ത, പിഴച്ചു പോകാത്ത, നിന്റെ അനുഗ്രഹം ലഭിച്ച പൂർവ്വസൂരികളുടെ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തേണമേ. നല്ലോണം ഓർക്കണം, യഥാർത്ഥത്തിൽ ഏതാണ് ആ വഴി? സഹോദര, ഏതാണ് ആ വഴി? SKSSFിന് കീഴിലുള്ള സഹചാരി, അതിന്റെ കീഴിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാണ് ഇസ്ലാമിന്റെ നേരായ വഴി. ഒരു മുസ്ലിമിന്റെ ശരിയായ വഴി യഥാർത്ഥത്തിൽ അതാണ്. ആ വഴിയിലേക്ക് എത്താനാണ് യഥാർത്ഥത്തിൽ ഒരു ദിവസം നമ്മൾ 17 വട്ടം ദുആർക്കുന്നത്, നിർബന്ധമായ നിസ്കാരത്തിലൂടെ. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കൊണ്ട് നമ്മൾ ചോദിക്കുന്നു, ആ സുന്നത്ത് നിസ്കാരത്തിലൂടെയും നിർബന്ധമായും ഫാത്തിഹ ഓതി നമ്മൾ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതിരിക്കാൻ വളരെ വ്യക്തമായിട്ട് ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു ഭാഗം സൂറത്ത് ആലു ഇമ്രാനിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا
وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. സൂറത്ത് ആല ഇമ്രാനിലൂടെ അല്ലാഹു തആല നമ്മളോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വചനം അല്ലാഹു തആല പറയുന്നു. ആല ഇമ്രാനിലെ 103-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത് വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്വം മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ കയറിനെ മുറുക്കി പിടിക്കണം. നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. സഹോദര, മുസ്ലിമിന്റെ യഥാർത്ഥ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധിക ആളുകളും പ്രവർത്തിക്കുന്നത്. ഒരുപാട് ആളുകൾ ഒരുപാട് സംഘടന രൂപീകരിച്ചാൽ അവർക്ക് ലെറ്റർ പേഡ് അടിക്കാം, അതിന്റെ പേരിൽ ഗൾഫിലേക്ക് പോകാം, സ്ഥലം വാങ്ങാം, കോൺക്രീറ്റിന്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം, അതിന്റെ പേരിൽ വാഹനം വാങ്ങാം. നേതാക്കന്മാരെ ഉപജീവന മാർഗത്തിന് വഴിയായി. നേരത്തെ പറഞ്ഞതുപോലെ ഫുട്ബോളിന്റെ പിന്നാലെ ഓടുന്ന പൊട്ടന്മാർ, ഈ ഫുട്ബോളിന് എന്തോ മഹത്വണ്ടെന്ന് കരുതിയിട്ട് ഇവരെ ബഹളം കേട്ടിട്ട് ഇത് പൊന്തുന്നത് കണ്ടിട്ട് അതിന്റെ ഉള്ളു കാലിയാണ് എന്ന് ഈ സാധുക്കൾക്കറിയില്ല. സഹോദര, അല്ലാഹു പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. എന്തായി ഭിന്നിക്കരുതെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ സമയത്ത് ഞാൻ ഈ ആയത്തോടും അതിന്റെ ഗൗരവം അറിയാം. സഹോദര, ഞാനും നിങ്ങളും ഇങ്ങോട്ട് വരുമ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ നോക്കൂ നിങ്ങൾ, അതിന്റെ നൂലുകളൊക്കെ അത്ര അച്ചടക്കത്തോടുകൂടെയാണ്, ഒരുമയോടുകൂടെയാണ് നിൽക്കുന്നത്. സഹോദര, നമ്മൾ ധരിച്ച വസ്ത്രത്തിന്റെ നൂലുകൾ ഭിന്നിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ മാനം കെടും, വഷളാകും. നമ്മുടെ വസ്ത്രത്തിലെ, നമ്മുടെ തുണിയിലെ ആ നൂലുകൾ, നമ്മുടെ സഹോദരിമാരുടെ പർദ്ദയുടെ നൂലുകൾ, ഒരുപാട് നൂലുകൾ വളരെ അടുത്തടുത്ത് നിൽക്കാം. അതെങ്ങാനും ഭിന്നിച്ച് ഓരോന്നോരോന്ന് പോയാൽ സഹോദര മാനം പോവും. ചിന്തിക്കണം നമ്മൾ. സഹോദര, വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം നമ്മൾ. കിണറിലേക്ക് ഇറങ്ങാൻ നമ്മൾ വലിയ കയർ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആ കയറിന്റെ അവസ്ഥ? ഒരുപാട് ചെറിയ നാരുകൾ കൂടിയതാണ്. അതിൽ ഒന്നൊന്നുമല്ല. പക്ഷെ ഒരുപാട് നാരുകൾ കൂടിയപ്പോ സഹോദര, ഒരുപാട് നാരുകൾ കൂടിയപ്പോ നിന്റെ ശക്തി നോക്കൂ നിങ്ങൾ. ക്രെയിനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആനയാണ് മരം വലിച്ചത്, അതിനുപയോഗിച്ചത് വലിയ കയറാണ്. ആ കയറിലെ ഓരോ ഭാഗങ്ങൾ ഒന്നിച്ചു നിന്നപ്പോഴുള്ള മഹത്വമാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഫാനിന്റെ മുന്നിൽ നമ്മുടെ ഒരു കടലാസിന്റെ കഷ്ണം ഇതാ, ഇപ്പൊ ഇത് എന്റെ കയ്യിൽ നിൽക്കുന്നില്ല, കാറ്റവിടുന്ന് വരുന്നോണ്ട് കണ്ടില്ലേ, ഇതെന്റെ കയ്യിൽ നിൽക്കില്ല, പാറാണ്. നേരെ മറിച്ച് ഞാൻ ചുരുട്ടി, ഈ ചെറിയൊരു കടലാസിന്റെ തുണ്ട് ഞാൻ ചുരുട്ടി. നോക്കൂ എന്റെ കയ്യിൽ നിൽക്കുന്നത്, മനസ്സിലായോ? ഒരേ ഭാരമാണ്, ചെറിയൊരു കടലാസിന്റെ തുണ്ട്. പക്ഷെ ഞാനിത് ചുരുട്ടാതെ, ഇതൊന്നും ഒന്നായി നിൽക്കാതെ പരന്നു കിടന്നപ്പോ നിൽക്കുന്നില്ല, പാറാണ്. ഇതേ കടലാസ് ഭാരത്തിനൊരു കുറവുമില്ല, ഒന്ന് ചുരുട്ടി കൂട്ടി എന്റെ കയ്യിൽ വെച്ചു. അതേ സ്ഥലത്താണ് ഞാനിത് വെച്ചത്, സുന്ദരമായിട്ട് നിൽക്കുന്നു. എന്തേ കാരണം? ഇതിന്റെ ഒരുമയാണ്, ഇതിന്റെ ഒരുമയാണത്. ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് ഒന്നുമല്ല. എന്നാൽ അത് രണ്ട് ചട്ടക്കുള്ളിൽ വന്നാൽ നോക്കൂ നിങ്ങൾ, കെട്ടിയേറി ഒന്നായി. സഹോദര, ഞാൻ പറയുന്നത്, അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ ഖൈറിനെ നിങ്ങൾ മുറുക്കി പിടിച്ചോളൂ. മുറുക്കി പിടിക്കണം. കിണറിൽ നിന്ന് കോരുന്ന ഒരാൾ, വെള്ളം കോരുന്ന ഒരാൾ, കിണറിൽ നിന്ന് അടിയിലിറങ്ങിയിട്ട് കിണറിൽ നിന്ന് കയറുന്ന ഒരാൾ, വെള്ളമല്ല അവന് കയറുകയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ മുറുക്കി പിടിച്ചോളണം. പകുതി എത്തിയപ്പോൾ വിചാരിച്ചു ഒരുപാട് ഒരു 5 മിനിറ്റ് പോ മുറുക്കി പിടിച്ചു, ഈ കുറച്ച് മുറുക്കി പിടിക്കാതിരിക്കുക, അപകടം സംഭവിച്ചു. അവൻ അടിയിൽ പോയി. പൊട്ടാത്ത കയറിൽ പിടിക്കരുത് സഹോദര. പൊട്ടാത്ത കയറിൽ ഒരിക്കലും പിടിക്കാം. പൊട്ടാത്ത കയറിൽ പിടിക്കണം, പൊട്ടുന്ന കയറിൽ പിടിക്കരുത്. തീരെ ബലമില്ലാത്തൊരു കയറാ ഉപയോഗിച്ചത്, അപകടം സംഭവിക്കും. ഞാൻ പറയുന്നത് നേരായ വഴി എന്ന് പറഞ്ഞു. സഹോദര, ഒരു കാരണവശാലും തെറ്റായ വഴിയിലെത്തിയിട്ട് ഉറച്ചു നിൽക്കാൻ പാടില്ല. നമ്മൾ നേരായ വഴിയില.
16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത് അവർ താബിഈകൾക്ക്, അതിന്റെ ശേഷം താബിഈകൾക്ക് അത് കൈമാറി വന്നതാ കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അപ്പൊ ആ മുസ്ലിമിന്റെ ആ യഥാർത്ഥ വഴിയിൽ ഉറച്ചു നിൽക്കണം. പഴപ്പിക്കാൻ പലരും വരും, ഒരിക്കലും ഭിന്നിക്കരുത്. ആ വഴി ഏതാ? ആല ഇമ്രാൻ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ് ആ ആയത്തോടെയിട്ട് അത് 103-ാമത്തെ വചനത്തിലാണ്. 106-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ തബയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ് فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. അല്ലാഹു തആല അതേ സൂറത്തിൽ നമ്മൾ തമ്മിൽ വളരെയധികം, അതായത് അള്ളാന്റെ കയറിനെ മുറുക്കി പിടിക്കണം, ഭിന്നിച്ചു പോകരുത് നേരായ വഴിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, നാളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സമയത്ത് അന്ന് ചില ആളുകളുടെ മുഖം വല്ലാത്ത വെളുത്ത രൂപത്തിലാകും. അതേസമയം അന്ന് ചില ആളുകളുടെ മുഖം കറുത്തുപോകും. സഹോദര, അന്ന് ചില ആളുകളുടെ മുഖം വല്ലാത്ത വെളുപ്പാണ്, ചില ആളുകളുടെ മുഖം വല്ലാത്ത കറുപ്പാണ്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്ന് പറയപ്പെടുന്ന റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമ്രാനിലെ 106-ാം വചനത്തില് നാളെ പരലോകത്ത് മുഖം പ്രകാശിച്ചു വരുമെന്ന് എന്നവർക്ക് അതിന് വ്യാഖ്യാനം കൊടുത്തത് അവരാരാ? ഖിയാമത്ത് നാളിൽ വെച്ച് ആ മുഖം പ്രകാശിച്ചു വരുന്നവരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം കൊടുത്തത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇത് വിഷയത്തിന് കൊറുക്കൂട്ടാൻ വേണ്ടി പറയല്ല. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആല ഇമ്രാൻ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ വളരെ പ്രധാനപ്പെട്ട 106-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് അന്ന് ചില ആളുകളുടെ മുഖം പ്രകാശമായിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദര, അവരെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കാൾ വലിയൊരു ഖുർആൻ വ്യാഖ്യാതാവില്ല. അമ്പിയാക്കളുടെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖീങ്ങളുടെ നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശുഹദാക്കളുടെ നേതാവ് സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു. പാട്ടുകാർക്കൊരു നേതാവുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു. പ്രഭാഷകർക്കൊരു നേതാവുണ്ട്, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. എങ്കിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനമാണ് നാളെ പരലോകത്ത് മുഖം പ്രകാശിച്ചു വരുന്നവർ അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. മുഖം കറുത്തു വരുന്നവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അർത്ഥം കൊടുത്തത് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നു അഹ്ലുൽ ബിദ്അ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ പുതിയത് വരുന്നതിലൊക്കെ ഒരു പുതുമണ്ടാവും. സഹോദര, അതിന്റെ പിന്നാലെ വളരെ നേരായ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അപകടമാണ്. നമ്മളെ ഭിന്നിപ്പിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ടാകും. എല്ലാവരും ഒരുപക്ഷെ ഓതുന്നത് ആയത്താകാം, ഹദീസാകാം. സഹോദര, മതത്തിന്റെ പുറത്തുള്ള ആളുകൾ പോലും മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ശരിയായ റൂട്ടിലൂടെ പോകുന്നവരാ. നേരത്തെ ഞാൻ പറഞ്ഞു, സബീലുൽ മുസ്തഖീമെന്നും ത്വരീഖുൽ മുസ്തഖീമെന്നും അല്ലാഹു ഒഴിവാക്കിയിട്ട് സിറാത്തുൽ മുസ്തഖീം എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ഫാത്തിഹ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് അറബികൾ വളവില്ലാത്ത നേരെ റൂട്ടിലൂടെ പോകുന്ന ഒരു വഴിക്ക് അതിനാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഉപയോഗിച്ചിരുന്നത്. ഒരു പഴവില്ലാത്തൊരു വഴി, നേരെ പോവാം. ഇപ്പൊ വളവും തിരിവുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇല്ലേ? മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന ഒരാള് മലപ്പുറത്ത് നിന്ന് പോകുന്ന ഉടനെ തന്നെ നിർത്തിയിട്ട് ഒരാളോട് ചോദിക്കണം, മഞ്ചേരിയിലേക്ക് എങ്ങനെ പോവാം എന്നാ പറഞ്ഞു കൊടുക്കുക. നേരെ പോയാൽ മതി. അപ്പൊ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം മുണ്ടുപറമ്പിൽ നിന്ന് ആ ബൈപ്പാസിൽ നിന്ന് തിരിയാൻ പാടില്ല. ആനക്കൈ തങ്ങാടിയിലെത്തുന്ന സമയത്ത് പെരിന്തൽമണ്ണ റോഡിന് തിരിയാൻ പാടില്ല. നേരെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത് വേഗം മനസ്സിലാവും. നേരെ മറിച്ച് ആനക്കയത്ത് നിന്ന് തിരിയേണ്ട ആളാണ്, പെരിന്തൽമണ്ണ റോഡിന് പോകേണ്ട ആളാണ്, നേരെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിന് ആ ജംഗ്ഷനിൽ നിന്ന് തിരിയണം. സഹോദര, അറബികൾ
ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പഴക്കാത്തൊരു വഴിയുണ്ടെങ്കിൽ അതിനാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. പഴക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നുമില്ല, ഷോർട്ട് വഴികളൊന്നുമില്ല, നേരെ പോയാൽ. എന്നാൽ അതേ വാക്ക് അള്ളാഹു ഉപയോഗിച്ചു. എന്താ അതിന്റെ ഉദ്ദേശം? സഹോദര സഹോദരിമാരെ, സ്വർഗത്തിലേക്കൊരു വഴിയുണ്ട്, സ്വർഗത്തിലേക്ക് നേരായൊരു വഴിയുണ്ട്. അതാണ് സിറാത്തുൽ മുസ്തഖീം. അതായത് ആദർശപരമായിട്ട് പഴക്കാത്ത ഒരു വഴി, ആദർശപരമായിട്ട് പഴക്കാതെ നേരെ പോകുന്നൊരു വഴിയുണ്ട് സ്വർഗത്തിലേക്ക്. ആദർശത്തിൽ ഒരിക്കലും പഴക്കാൻ പാടില്ല. അതാ മുസ്ലിമിന്റെ നേരായ വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹോദര, കുറെ ആളുകളുണ്ടാവും, നേതാക്കന്മാർ, പല ഗ്രൂപ്പുകാർ, ഇങ്ങോട്ട് പോരൂ, ഈ റൂട്ടിലൂടെ പോയാൽ ഇത് സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് വഴിയാണ്, കുറുക്ക് വഴികൾ കാണിച്ചു തരും. അതിനൊക്കെ ശരിയുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ പോയാൽ സഹോദര, നമുക്ക് നരകമാണ്. നല്ലോണം ശ്രദ്ധിക്കണം. നാളെ പരലോകത്ത് ഒരു സിറാത്ത് പാലമുണ്ട്. അതിനെ ഓർക്കാൻ വേണ്ടിയും അല്ലാഹു തആല നേരായ വഴിക്ക് ഉപയോഗിച്ചത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നാദാ, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തേണമേ. അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം മുസ്തഖീമായ മാർഗത്തിലെത്താൻ. സഹോദര, നമ്മളിപ്പോ മുസ്തഖീമായ മാർഗത്തിലല്ലേ? നമ്മളിപ്പോ മുസ്തഖീമായ മാർഗത്തിലാ. പിന്നെ എന്തിനാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്? ഇത് നഷ്ടപ്പെടാം. ഇസ്ലാമിലേക്കുള്ള വരവ് വളരെ കൂടുതലാ. ഇന്ന് പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ? അമേരിക്കയിലെ ക്രൈസ്തവനായ ഒരു സഹോദരന് തന്റെ സംശയങ്ങൾ ബൈബിളിൽ തീരാത്തതുകൊണ്ട് സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. ഇയാൾ ഇസ്ലാമിനെ വല്ലാതെ എതിർക്കണം. ഇസ്ലാം എന്ന് പറയുന്ന സത്യത്തെ, ആ പ്രകാശത്തെ, അതിനെ അണച്ചുകളയാൻ, വായ കൊണ്ട് ഊതിക്കെടുത്താൻ 15 കോടി കിലോമീറ്റർ അകലെ കിടക്കുന്ന സൂര്യന്റെ പ്രകാശത്തെ അണച്ചുകളയാൻ ഭൂമിയിൽ നിന്നൊരു പരമ വ്യക്തി ഊതുന്നത് പോലെ ട്രംപ് ഊതുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ ക്രൈസ്തവ സഹോദരന് എന്നാ പിന്നെ ഇസ്ലാമിൽ സത്യം ഉണ്ടാവുമെന്ന് മനസ്സിലായി. സഹോദര, അദ്ദേഹത്തിന്റെ സംശയങ്ങൾ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് തീർന്നതോടുകൂടെ ഉബൈദ് എന്ന പേര് സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് വന്നത് ഇന്നത്തെ സുപ്രഭാതത്തിലുണ്ട്. പഴയ സംഭവമല്ല. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ സത്യത്തിലേക്കുള്ള വരവ് വളരെ കൂടുതലാണ്. ഇവിടെ വെച്ച് രാജിവെച്ച് പോകുന്നത് വളരെ കുറവാ. സഹോദര, വളരെ കുറവാ. അനേകം കോടി ആളുകൾ, സത്യവിശ്വാസികൾ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ അതേസമയം പലരും മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നവർ അശ്രദ്ധ കൊണ്ട് സഹോദര അവർ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ഒരു പക്ഷെ അവരെ അറിയില്ല വ്യതിചലിച്ചു പോയത്. നമ്മളിപ്പോ മുസ്തഖീമായ മാർഗത്തിലാണെങ്കിലും ഒരു നിലക്കും വ്യതിചലിക്കാതെ മരണം വരെ ഉറച്ചു നിൽക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? 2 നിലക്കാണ് നമ്മളെ പ്രവർത്തിക്കുന്നത് നമ്മളെ നേരായ വഴിയിൽ. ഒന്ന്, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മതത്തിന്റെ പുറത്തുള്ള ആളുകളാ ലഘുലേഖകളിലൂടെയും മറ്റും ഖുർആന്റെ വചനങ്ങൾ വരെ വളച്ചൊടിച്ചുകൊണ്ട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പാമര ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി, മതം മാറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ വികൃതികൾ. കുറച്ച് കുറവാണ്. മഹാനായ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തിരുന്ന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വെറും ഈക്ക എന്ന് പറഞ്ഞു പോകരുത്. ഒരു കാലത്ത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ വളച്ചൊടിക്കാൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങലടുത്തുള്ള ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന ഒരു സഹോദരനെയാണ് 5 ലക്ഷം കൊടുത്തിട്ട് മതം മാറ്റിയത്. എന്തിന്? എറണാകുളത്ത് നിന്ന് വന്ന പാദ്രിമാർക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ വെച്ച് കളിക്കാൻ അറബി ഭാഷ അറിയുന്ന ഒരാളെ കിട്ടാൻ. പക്ഷെ ഇതിന്റെ സുരക്ഷിതത്വത്തിന്റെ പ്രൊട്ടക്ഷൻ അല്ലാഹ് ഏറ്റെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയതാണ്. അല്ലാഹു ഈ ഗ്രന്ഥത്തെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. ഇത് വിശുദ്ധ ഖുർആൻ, ഇതിനെ നാം ഇറക്കിയതാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. ആർക്കും കഴിയില്ല. അപ്പൊ അറബി ഭാഷ അറിയുന്ന ആൾക്ക് ഇതിനെതിരെ കളിക്കാൻ കഴിയൂല. സഹോദര, എന്റെ കേരളത്തിലെ പാദ്രിമാർ, ഇസ്രായേലിൽ എത്ര അറബി ഭാഷ കലക്കി പഠിച്ച ആളുകൾ, ശത്രുക്കൾ. സഹോദര, അവർക്കൊന്നും ഇതിനെതിരെ കളിക്കാൻ സാധിച്ചിട്ടില്ല. ബദലായിട്ടൊരു അധ്യായം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അജയ്യമായി നിലനിൽക്കുക. അള്ളാഹുവിന്റെ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കൈവശം ഉണ്ടാകുന്ന സഹോദര, നമുക്കൊന്നും പേടിക്കാനില്ല. ഇത് നമ്മുടെ എല്ലാമെല്ലാമാണ്. നമുക്കറിയാത്തത് കൊണ്ടാണ്.
വിനോദത്തിന്റെ പിറകെ പോകുന്നവരാണ് നമ്മൾ. ഞാൻ എന്റെ സഹോദരിമാരോട് പ്രത്യേകം പറയും, വെക്കേഷൻ ടൈം വരാൻ പോവുക, ഓരോരുത്തർക്കുണ്ടാവും എറണാകുളത്ത് പോകണം, അവിടെ പോകണം, ആ പാർക്കിൽ, ഈ പാർക്കിൽ, ആ തടാകത്തിൽ, അവിടെ, ആ മലയിൽ, ഈ മലയിൽ. സഹോദര, ഓർത്തോളൂ, സമാധാനത്തിന് ഒരേ ഒരു വഴി ഇതാണ്. തെണ്ടി നടക്കണ്ട. സ്തനത്തിന് അല്ലാഹു ക്യാൻസർ നൽകിയാൽ ചികിത്സന്റെ ഭാഗമായി പെണ്ണെ ഒരൊറ്റ പോലിന്റെ തലയിലുണ്ടാവില്ല. മധുര 17കാരികളാണ്. മധുരൊക്കെ പോയിട്ട് വറ്റിയിട്ട് തിരുവനന്തപുരത്ത് RCCയിലെ ചികിത്സയ്ക്ക് 17 വയസ്സുള്ള പെൺകുട്ടി, തലയിൽ ഒരൊറ്റ മുടി പോലുമില്ല. സഹോദരിമാരെ, നാളെ ഒരുപക്ഷെ നമ്മളും ആ ഒരു അവസ്ഥയിലെത്താൻ പേടിക്കണം. നമ്മൾ അള്ളാനെ മറക്കരുത്, അള്ളാനെ മറക്കരുത്. എങ്കിലും സഹോദര, സമാധാനത്തിനാണല്ലോ വിനോദം, അതിനല്ലേ തിരക്കുകളും കാര്യങ്ങളും മനുഷ്യന്, അതിനാണല്ലോ. അള്ളാനെ മറന്ന വിനോദം വേണ്ട. നമുക്ക് വല്ലാത്ത സമാധാനം നൽകും ഇത്. നോക്കൂ, അള്ളാഹുവിന്റെ വിശുദ്ധരുണ്ട്. അതുകൊണ്ടാണ് സഹോദര ലോകം ഇതിലേക്ക് നടക്കുന്നത്. ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു ഇറക്കിയതുപോലെ സഹോദര ലോകാത്ഭുതങ്ങളിൽ ഒരു വലിയ അത്ഭുതമായി നിലനിൽക്കുകയാണ്. അള്ളാഹു ഇതിന്റെ വെളിച്ചം സ്വീകരിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മാസത്തിലൊരിക്കൽ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു വാർഷികവും കൂടിയാണിത്. അവസാനം നമ്മൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു പോകും. എന്തൊരു റാഹത്താണ് നമുക്ക്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥവുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ വല്ലാത്ത മാനസികമായിട്ടൊരു ഞാൻ പറയുന്നത് സഹോദര, ഈ ആയത്തുകളെ വളച്ചൊടിക്കാനാ നേരത്തെ ഒരു മുൻഷിയെ പിടിച്ചത്, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. പക്ഷെ അവിടെ ആ ശ്രമങ്ങളെ, അള്ളാന്റെ വിശുദ്ധ ഖുർആനിനോടുള്ള കളിയെ മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തകർത്ത് കളഞ്ഞു. അന്ന് കേരളത്തിലെ എല്ലാ ഗ്രൂപ്പുകാരും കണ്ടത് മഹാനായ ശംസുൽ ഉലമയാണ്. വല്ലാത്തൊരു സംഭവമാണത്. പഠിച്ചോളി സഹോദര, സമസ്തനൊപ്പം നിന്നോളി. അവിടെ ശരി. ആർക്കാണ് സഹോദര അങ്ങനെ പറയാനുള്ളത്? എടക്കരയിലും അതുപോലെ തന്നെ വഴിക്കടവ്, എടക്കര, പൂക്കോട്ടുംപാടം, കരുളായി ആ ഭാഗത്തു നിന്ന് 69 മുസ്ലിം കുടുംബങ്ങളെയാണ് മതം മാറ്റിയത് ഈ പുരോഹിതന്മാർ, എറണാകുളത്ത് നിന്ന് വന്നവർ. ലക്ഷങ്ങൾ വാരി വതറിയിട്ട്. ഇത് വെറുതെ പറയില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലെന്ന് നുണ പറയാൻ പറ്റൂല. എന്റെ പേരിൽ UAV വരും, മണ്ണാങ്കട്ട. കളവ് പറയാൻ പറ്റൂല സഹോദര. ഇത് കൃത്യമായിട്ട് മതം മാറ്റിയ ആളുകൾ അള്ളാന്റെ വിശുദ്ധ ദീനിലേക്ക് വന്നിട്ട് അവർ പ്രസംഗിച്ച് നടക്കുന്ന, അവർ പുസ്തകം എഴുതിയിരിക്കുന്നു. കോടതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മതം മാറ്റുന്നൊരു ഏർപ്പാടില്ല. അങ്ങനെ ആരും വേണ്ട. പണം കൊടുത്തിട്ട് പ്രലോഭനം നടത്തിയിട്ട് ഒരാളങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ കൊടുത്ത വലിയ സംഖ്യയേക്കാൾ അപ്പുറത്ത് കൊടുത്താൽ അങ്ങോട്ട് പോകൂലേ? എന്തിനാണത്? സഹോദര, ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അയാൾ മനസ്സിലുറച്ചിട്ടില്ല. മനസ്സിലുറക്കാതെ ഒരാളെ ഈമാൻ അല്ലാഹ് സ്വീകരിക്കൂല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും നമുക്ക് നിർബന്ധിപ്പിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സത്യം അംഗീകരിക്കുന്ന ആളുകൾക്ക് സ്വമേധയാ പൊന്നു മനസ്സോടുകൂടെ പോരുവാണെങ്കിൽ സ്വീകരിക്കും. അത്രേ ഉള്ളൂ. ഇത്ര ആളുകൾ ഉണ്ടാക്കണമെന്ന് നമുക്ക് കൽപ്പനയില്ല. അള്ളാന്റെ റസൂല് നാളെ മുഖം പ്രകാശിച്ച് നാളെ പരലോകത്ത് വരുമ്പോൾ റസൂലുള്ളാന്റെ പിതൃവനായ അബൂലഹബ് മുഖം കറുത്തുകൊണ്ടാണ് സഹോദര വരുന്നത്. റസൂലുള്ളാന്റെ നേരെ മൂത്താപ്പയാണ്. അള്ളാഹ് ഹിദായത്ത് പിൻവലിച്ചാൽ ഏത് വാപ്പിയും വഴക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാളെ പരലോകത്ത് ചിരിച്ചുകൊണ്ട് മുഖം പ്രകാശിച്ചു വളർത്ത് വരുമ്പോ അദ്ദേഹത്തിന്റെ പിതാവായ ആസർ മുഖം കറുത്തുകൊണ്ടാണ് സഹോദര വരുന്നത്. വാപ്പയാണ് അവർ വഹിച്ചുപോയത്. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമും നാളെ മഹ്ശറയിൽ മുഖം വെളുത്തുകൊണ്ടുവരുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ഭാര്യമാര് വാഇല വാഹില എന്ന് പറയുന്ന 2 സ്ത്രീകൾ അവർ മുഖം കറുത്തുകൊണ്ടാണ് വരുന്നത്. ഒരു ഗ്രൗണ്ടിന് പുറത്തു പോയി. ഒരു ഭർത്താക്കന്മാര് പ്രവാചകന്മാരാ. പക്ഷേ അല്ലാഹ് ഹിദായത്ത് പിൻവലിച്ചു ആ 2 സ്ത്രീകൾക്ക്. ഫഖാനതാഹുമാ, വിശുദ്ധ ഖുർആനിൽ അവരെ പറ്റി അല്ലാഹു പറഞ്ഞു, അവർ തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാ, വിശ്വാസത്തിൽ വഞ്ചിച്ചു. അവർ സൈഫുൻ മിൻ സുയൂഫില്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു 100-ൽ പരം യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാനാ.
100 പരം യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാനാ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒട്ടും കുത്തുമേൽക്കാത്തൊരു ഇടമില്ലായിരുന്നു. അങ്ങനെയുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നാളെ മഹ്ശറയിൽ വരുമ്പോൾ സഹോദര അദ്ദേഹത്തിന്റെ മുഖത്തിന് വല്ലാത്ത പ്രകാശമായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവാണ് വലീദ് ഇബ്നുൽ മുഗീറ. അവനെ പറ്റി ഖുർആൻ പറഞ്ഞത് സഉസ്ലീഹി സഖർ, ഞാൻ അവനെ സഖറിൽ കടത്തുന്നതാണ്. സഖർ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഏറ്റവും ചൂടേറിയയാണ്. നരകത്തിലെ ഏറ്റവും ചൂടേറിയ. അവിടെ നോക്കൂ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ചിരിച്ച് സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മുഖം കറുത്തിരണ്ട് ഭീകരമായ രൂപത്തിൽ നരകത്തിലേക്കാണ്. ചരിത്രത്തിൽ എത്ര കാണാൻ സാധിക്കും നമുക്ക്? ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹ് ഹിദായത്ത് പിൻവലിച്ചല്ല ആരും പോവും. നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പണം കൊടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആരെയും കൊണ്ടുവരണ്ട. മറുഭാഗത്തോ അന്ന് പാതിരിമാര് ശ്രമിച്ചതിന് 69ഓളം കുടുംബങ്ങളെ മതം മാറ്റി. അവസാനം മഹാനായ ശംസുൽ ഉലമ അവരോട് നേരിട്ടു. എങ്ങനെ? കായികമായിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ സഹോദര, ആത്മീയതയാണ് ഏറ്റവും വലിയ ആയുധം. ആത്മീയതയാണ്. ബോംബിനേക്കാൾ, മിസൈലിനേക്കാൾ, AK-47 വലിയ ആയുധമല്ല. മഹാനായ ശംസുൽ ഉലമ വിശുദ്ധ ഖുർആനുമായി ഏറ്റുമുട്ടിയില്ല. അവരുമായി തോറ്റിട്ടില്ല അവർ. അവസാനം 40ഓളം പുരോഹിതന്മാർ ഇസ്ലാം സ്വീകരിച്ചു. ശംസുൽ ഉലമയുടെ ചോദ്യത്തിന് വലിയ ഉത്തരം മുട്ടി. അന്നത്തെ ശംസുൽ ഉലമയുടെ പ്രസംഗത്തിന്റെ ചോദ്യത്തിന്റെ ഓഡിയോ കേസറ്റുമായി വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയോട് ചോദിച്ചു. ഉത്തരം കിട്ടിയില്ല. തിരിച്ചു വന്നു. ഫാദേഴ്സ് അസോസിയേഷന്റെ യോഗം ചേർന്നു. പുരോഹിതന്മാർ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. പൊന്നാനിയിൽ പോയി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇസ്ലാം സ്വീകരിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ പറയുന്നത്, ഒരു നിലക്കും ജയിക്കൂലാന്ന് കണ്ടപ്പോ ലാസ്റ്റ് ആയുധം പുറത്തെടുത്തു. ജോൺ മുണ്ടക്കൻ. ഇന്ന് അദ്ദേഹം ഇബ്രാഹിം എന്ന പേരില ഇന്നും ഹയാത്തിലുണ്ട്. ആർക്കും അന്വേഷിക്കാം. ജീവനോടുള്ള ആള്. ഫാദേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം ബൈബിൾ പഠിച്ചാണ്. അദ്ദേഹം ശംസുൽ ഉലമയോട് ചോദിച്ചു, നിങ്ങൾ 4-ാം വേദത്തിലെ പണ്ഡിതനാണല്ലോ. 4-ാം വേദം എന്ന് പറഞ്ഞാൽ ഖുർആൻ. ഞങ്ങളുടെ ബൈബിളിന്റെ, അതായത് ഇവർ പറയുന്ന ഇഞ്ചീലും ഇന്നത്തെ ബൈബിൾ ഒരു ബന്ധമില്ല. പാൽക്കായും അറബി പാൽക്കായും എന്ന് പറയുന്നത് പോലെ. അറബി പാൽക്കായ എന്ന് പറയുമ്പോൾ അറബിയും പാൽക്കായും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഈ നാട്ടിൽ കിട്ടുന്ന പാൽക്കായം. സഹോദര, ഇവിടെ ശംസുൽ ഉലമയോട് ചോദിച്ചത്, നിങ്ങൾ 4-ാം വേദഗ്രന്ഥത്തിലെ പണ്ഡിതനാണല്ലോ. യേശുക്രിസ്തു മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തു മരിച്ചവരെ എഴുന്നേൽപ്പിച്ചിട്ട് സംസാരിപ്പിച്ചു. നിങ്ങൾക്കതിന് കഴിയുമെന്ന് വെച്ചു. സഹോദര, മഹാനായ ശംസുൽ ഉലമ അല്പസമയം ഇങ്ങനെ ഇരുന്നിട്ട് താഴോട്ട് നോക്കി. കസേരയിരിക്കുന്ന പാദ്രിമാർ കൂലിഞ്ഞു ചിരിച്ചു. പൊട്ടിയെന്ന് കണ്ടിട്ട്. പക്ഷെ ശംസുൽ ഉലമ ഏതൊക്കെ വചനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടു. എന്നിട്ട് എഴുന്നേറ്റ് മയ്യത്തിന് മുന്നിൽ വന്നു. ഫാദർ ജോൺ മുണ്ടക്കനോട് പറഞ്ഞു, കൊണ്ടുവരും മയ്യത്ത്, എഴുന്നേൽപ്പിക്കാന്ന് പറഞ്ഞു. ഇയാളാകെ പതറിപ്പോയി. ചിരിയൊക്കെ അവിടെ നിന്നു. എവിടുന്ന മയ്യത്തിട്ട് അടിച്ചു കൊല്ലാൻ പറ്റുമോ? കൊണ്ടുപോകാൻ മയ്യത്ത്, എഴുന്നേൽപ്പിച്ച് സംസാരിപ്പിക്കാന്ന് പറഞ്ഞു. ഉണ്ടായ സംവാദം. സഹോദര, ഉത്തരം മുട്ടി. കൊണ്ടുവന്നാലോ കറാമത്തിനെ കാണിക്കും. അള്ളാന്റെ വിശുദ്ധ ദീന് നിലനിൽക്കാൻ സഹോദര, പ്രവാചകന്മാർക്ക് അള്ളാഹു മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ അൽ ഉലമാ. ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ അതിൽപ്പെട്ട ആളായ ശംസുൽ ഉലമ കേവലം ഒരു പണ്ഡിതനല്ല, അള്ളാന്റെ വലിയായിരുന്നു. മരിച്ചതിന്റെ ശേഷമെങ്കിലും എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ ഒരു ബിസിനസ്സൂലിയ. അങ്ങനത്തെ ഒരു കാര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. വെറും ദീൻ, വെറും കിതാബ്, അത് മാത്രം. എന്തോ ഒരു സൂക്ഷ്മതയുള്ള ജീവിതം ഉണ്ടോ? ബുറാഖ് എന്ന പേരിൽ ഹലാക്കിന്റെ കാറ്. സഹോദര, ഒരു മയ്യത്തെങ്ങാൻ അവർ കൊണ്ടുവന്നാൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും. അത് വെറുതെ പറയില്ല. ഉള്ളിൽ കോളുണ്ടായിട്ട് പറയണം. ബെഡായി ഓട്ടിക്കല്ലത്. ഫുള്ളടിക്കാറില്ലേ? അതല്ലത്. ഞാൻ പറയുന്നത് സഹോദര, നേരായ മാർഗത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ അള്ളാഹു വലിയ തൗഫീഖാ നൽകിയത്. അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവർ പിന്നീട് നേരത്തെ മതം മാറ്റിയ ആളുകൾക്ക് സത്യം പറഞ്ഞു കൊടുത്തു. അതിൽ 65 കുടുംബം തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ വന്നു. അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. ഇടക്കാലത്തൊന്ന് മാറിയെങ്കിലും ഒരു ഇങ്ങോട്ട് തന്നെ വന്നു. പിന്നെ വാശിക്ക് മരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദര, മുസ്തഖീമായ വഴി, നേരായ വഴിയിലെത്താൻ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. ഏതാണ് ഈ നേരായ വഴി?
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആലു ഇമ്രാനിലെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തു അഹ്ലുസ് സുന്ന. അതാ നേരായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയാം. ബുദ്ധിയുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകരുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനിന്റെ മഹത്തുക്കളായ ആളുകളെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു. സൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ കാലഘട്ടം വരെ അതാണ് ഒരു കാലഘട്ടം. പിന്നീട് പൊന്നാനി ആസ്ഥാനമാക്കി മലബാറിലുമൊക്കെയായി ആ പൊന്നാനിയെ ആസ്ഥാനമാക്കി മഖ്ദൂമുമാര് നേതൃത്വം നൽകി. അതാണ് ഒരു കാലഘട്ടം, 1926 വരെ. പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള, അതായത് അള്ളാഹുവിന്റെ തിരുദൂതരിൽ നിന്ന് പഠിച്ചിട്ട് നേരത്തെ ഇവിടെ വന്നവർ, അവർ കാണിച്ചു തന്ന മഖ്ദൂമുമാരുടെ ആ പാരമ്പര്യത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ 1926 മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഞാൻ 3 ഘട്ടം എന്ന് പറഞ്ഞത്. നമ്മൾ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുക. ആർക്കും ധൈര്യം വരാത്ത സംഗതിയാണ്, ആർക്കും കഴിയാത്തതാ. പലരും നടത്തിയാലും ചെറിയൊരു പാടത്ത് ഒതുക്കേണ്ടി വരും, ഒരു തോട് പോലെ. ഇതൊരു കടലാണ്. സഹോദരൻ, ഞാൻ പറയുന്നത് മുസ്തഖീമായ വഴി, നേരായ ഒരു മുസ്ലിമായ മനുഷ്യന്റെ വഴിയേതാകണം. എന്നെ സഹോദരങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. ഈ മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു സീഡി കാരണമാകരുത്. ഏതെങ്കിലും മങ്കികൾ എഴുതി വെച്ചത് സഹോദര പാമരന്മാരെ വിഡ്ഢികൾ എഴുതി വെച്ച ലേഖനങ്ങൾ കാരണമാക്കരുത്. ചോർന്നു പോകരുത്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഗൾഫിൽ പോയി വന്ന ചില ആളുകൾക്കൊക്കെ മാറണം. അവന്റെ അമ്മ പറയും, ഓൻ ഖുർആൻ കലക്കി കുടിച്ചോണം, തേങ്ങയാണോ ഓൻ ഖുർആൻ കലക്കി കുടിച്ചിട്ടുണ്ട്. 2 കൊല്ലം ഗൾഫിൽ പോയത് കലക്കി കുടിക്കാനാ? ജ്യൂസ് അടിച്ചാൽ മതി, 2 കൊല്ലം വേണ്ട, പെട്ടെന്ന് കുടിക്കാം. ഇല്ല സഹോദരൻ, ആരോ പഠിപ്പിച്ചോന് ചില അജണ്ടകളുണ്ടാ. ഈ സാധു അതിലൊക്കെ ചെന്ന് ചാടി, അതും ശരി ഇതും ശരി. അവൻ പിന്നെ തിരുത്തേണ്ടി വരും. സഹോദര, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആദർശത്തിന് ഒരിക്കലും പഴക്കരുത്. ഇത് വേറുള്ള പോലല്ല. ഇബ്ലീസ് മനുഷ്യന്മാരെ പഴപ്പിക്കുന്നതിന്റെ ഘട്ടം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. 6 ഘട്ടം. അതിൽ ഒന്നാമത്തെ എന്താ അറിയോ? ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിലേക്ക് കുഫ്ർ ഇട്ട് തരുന്ന കുഫ്ർ, സത്യനിഷേധം. അത് വിജയിക്കുന്നില്ലെങ്കിൽ ബിദ്അത്ത്, അത് വിജയിക്കുന്നില്ലെങ്കിൽ വൻദോഷം, അതും വിജയിച്ചില്ലെങ്കിൽ ചെറുദോഷം, അതും വിജയിക്കുന്നില്ലെങ്കിൽ ഹലാലായ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കും, അതും വിജയിച്ചിട്ടില്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പവർ കുറക്കാൻ നോക്കും. മനസ്സിലായോ? 1ാം ഘട്ടം ഇബ്ലീസ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്ന ചിന്ത അള്ളാന്റെ വിശുദ്ധ ദീനിന് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. മനസ്സിലായോ? ഏറെക്കുറെ ആളുകൾക്കൊന്നും അത് വിജയിക്കൂല. അപ്പൊ ഇബ്ലീസ് 2ാം ഘട്ടം ശ്രമിക്കുന്നതിനറിയോ? പുതിയ ചിന്ത കൊടുക്കും. ബിദ്അത്ത്. സഹോദര, 13 നൂറ്റാണ്ട് കാലം സത്യവിശ്വാസികൾക്ക് കേട്ടുകളില്ലാത്ത കാര്യങ്ങൾ അതിനുവേണ്ടി ചിന്ത കൊടുക്കും. അതിനും ഒരാളെ കിട്ടൂല. അതായത് 1ാം തരം സുന്നിയാണ്. അതാ സുന്നി. അതിൽ സുന്നത്തി വൽ ജമാഅ എന്നറിയുന്നത് അതാണ് നേരായ വഴി. സഹോദര, മനസ്സിലാക്കണം. അതിനിവനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇബ്ലീസ് അടുത്തപടി ശ്രമിക്കുന്നത് വൻദോഷം ചെയ്യാൻ പ്രേരിക്കും, വ്യഭിചാരത്തിന് പ്രേരിക്കും, വള്ളടിക്കാൻ പ്രേരിക്കും. അത് നമുക്കൊരു സംശയം ഉണ്ടാവും. 2ാം ഘട്ടം ബിദ്അത്ത്, 3ാം ഘട്ടം വൻദോഷം. എന്താ വ്യത്യാസം? ഇത് ഞാൻ പറയല്ല, സകല തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം. എന്താ കാരണം? ഒരാൾ കള്ളുകുടിയാനാണെങ്കിൽ ഒരു പക്ഷെ ആ തെറ്റ് തിരുത്താൻ സാധ്യതയാണ്. ഒരാൾക്ക് ബിദ്അത്ത് കടന്നുകൂടിയാൽ ആ തെറ്റ് തിരുത്തൂല. അതിന് ആയത്തുണ്ടാക്കാൻ നോക്കും, അതിന് രേഖ ഉണ്ടാക്കാൻ നോക്കും. ഏതായാലും ഞാനിതിൽ പെട്ടു, ഇനിയിപ്പോ ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള നിലക്ക് അത് സ്ഥിരപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യും. സഹോദര, മനസ്സിലായിക്കോട്ടെ. സഹോദര, ഒരാൾ മദ്യപാനിയാണ്. ആ മദ്യപാനിയായ ഒരാൾക്ക് ഒരിക്കൽ മനസ്സ് പൊട്ടി, അവൻ അള്ളാഹുവോട് പോയിരുന്നു, തൗബ ചെയ്തു, പരിപൂർണ്ണയിൽ വിട്ടുന്നു, ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് ഉറപ്പിച്ചു. പടച്ചോൻ സ്വീകരിക്കൂല. അങ്ങനെ തൗബ ചെയ്യാനുള്ള മനസ്സ് വരില്ല ആർക്ക്? ഒരു ബിദ്അത്തിൽപ്പെട്ട അത് കടന്നുകൂടി ആൾക്ക് തോന്നൂല. ഓൻ അതിന് രേഖ ഉണ്ടാവും. വളരെ അപൂർവമായിട്ട് തിരിച്ചു വരും. അല്ലാത്തൊരു വാശിക്കും. എത്ര ആളുകൾ അങ്ങനെ വാശിയിൽ കുടുങ്ങിയവരുണ്ട്. അതുകൊണ്ട് സഹോദര, നമ്മൾ ചിന്തിക്കണം. ബിദ്അത്ത് എന്ന് പറയുന്നത് അത് നേരായ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്ന സംവിധാനം. അള്ളാഹു ഒരിക്കലും സ്വർഗത്ത് കടത്തൂല. അത് ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഭിന്നിക്കരുത്. ഈ ഭിന്നിക്കരുത് എന്ന ഒരു അയൽവാസികൾ തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല,
ഒന്നായി നിൽക്കണമെന്ന് പറഞ്ഞാൽ സഹോദര, നമ്മുടെ ആദർശത്തിൽ നമ്മൾ ഒന്നായിട്ട് നിൽക്കണം. അള്ളാന്റെ വിശുദ്ധ ദീനിൽ ഭാഗികമായിട്ട് പോരാ, പരിപൂർണമായിട്ട്. ഖുർആനിൽ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഴുവനായിട്ട് കടന്നോളൂ, ഭാഗികമായിട്ട് പോരാ. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഴുവനായിട്ട് പ്രവേശിച്ചോളൂ. നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഴുവനായിട്ട് പ്രവേശിച്ചോളുന്ന, ഭാഗികമായിട്ടല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതിനകത്ത് കടന്നുകൂടിയാൽ എന്താ ചിന്തിക്കരുത്. സഹോദരൻ, ആരാണ് മുസ്ലിം ലോകത്ത് ഭിന്നിപ്പുണ്ടാക്കിയത്? ഈ നേരായ വഴിയിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കുക എന്നുള്ളത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്താ ഇപ്പൊ ഇസ്ലാം സത്യമായിട്ട് ഇത്രമാത്രം ഗ്രൂപ്പുകളോ അഭിപ്രായ വ്യത്യാസം? ചിന്തിക്കണ്ട. അള്ളാന്റെ റസൂല് ജീവിക്കുന്ന കാലത്താണ് മുസൈൽമ എന്ന് പറഞ്ഞ ഒരാള് സഹോദര യമാമയിൽ നിന്ന് വന്നിട്ട് ഞാൻ പ്രവാചകനാണെന്ന് വന്നത്. ഏതാ ഈ കാലം? സഹോദരായ പ്രപഞ്ചം പടുക്കാൻ കാരണബോധനായ അന്ത്യപ്രവാചകനായ അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളൊക്കെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരാനുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ആ മുഹമ്മദ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ സംശയമല്ല. ഈസാ നബി പോലും തന്റെ ജനതയോട് പറഞ്ഞില്ലേ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത്-തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, ഞാൻ വന്നത് എന്റെ ശേഷം അഹ്മദ് എന്ന് പറയുന്ന ഒരു നബി വരാനുണ്ട്, അന്ത്യപ്രവാചകൻ. ആ നബിയുടെ വരവിന് സ്വാഗതമരുളാനാണ് ഞാൻ വന്നത്. സൂറത്ത് സഫിൽ അല്ലാഹു പറയുന്നു. അറാഫ് സൂറത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട് വേറായത്. എന്നിട്ട് മുസൈലിമ വന്നിട്ട് ഞാനും പ്രവാചകനാണെന്ന് വാദിച്ചു വന്നു. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലാ. അവനും ആളെ കിട്ടിയില്ലേ? അവനും ആളെ കിട്ടിയില്ലേ? ചിന്തിക്കണം സഹോദര. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ആ ഗ്രൂപ്പിൽ മറ്റേ ആളുണ്ടല്ലോ, ഏത് വാപ്പ പോയാലെന്താ? റസൂലുള്ളാഹിന്റെ കാലത്താണ് യമാമയിൽ നിന്ന് മുസൈലിമ വന്നത്, ഞാൻ പ്രവാചകനാണ്. ഈ ആളുകൾ ഈ വിദഗ്ധത്തൊക്കെ വരുന്ന സമയത്ത് പലരും ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില ന്യായങ്ങൾ പറയും. മുസൈലിമ പറഞ്ഞെന്താ അറിയോ? മുസൈലിമ പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ ഞാൻ എതിർക്കണില്ല, ഞാൻ യമാമയുടെ പ്രവാചകനാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരാൾ വന്നിട്ട് പറയാണ്, മുഹമ്മദ് നബി അന്ത്യപ്രവാചകൻ തന്നെയാണ്, പക്ഷെ ഞാൻ ആനക്കയം പഞ്ചായത്തിലേക്കുള്ള പ്രവാചകനാണ്. ഒരു സബ്ബുവാണ്. സഹോദരനായി ഇതുപോലെയാണ് ആള് അന്നവൻ പറഞ്ഞത്. കുറെ ആളുകൾ അവന്റെ ഒപ്പം കൂടി. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ള വഫാത്തായപ്പോന്റെ പ്രബോധനം അവൻ ശക്തമായി കളിച്ചു. യമാമ യുദ്ധത്തില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആ യമാമ യുദ്ധത്തിൽ അവൻ കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലാണ് വന്നത്. പിന്നെന്താ ഇന്നത്തെ കാലത്ത് വരുന്നത്? ആരെങ്കിലും വന്നോട്ടെ, നമ്മളതിന്റെ പിന്നാലെ ഓടണ്ട. ഓരോരുത്തരും വരും. സഹോദര, നമ്മളെ ഭിന്നിപ്പിക്കാൻ തുടങ്ങിയത് എല്ലാ കാലഘട്ടത്തിലും ശത്രുക്കളാ. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ആരാ പഠിച്ചുവിട്ടത്? ജൂതന്മാരാണ് സഹോദര. ആ ആശയ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് മുജാഹിദ് പ്രസ്ഥാനം. ആലോചിക്കണം. ജൂതന്മാര് കൃത്യമായിട്ട് പടച്ചുവിട്ട മൂന്നാളുകളുണ്ട്. ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി, ഒന്ന് റഷീദ് റിള, ഒന്ന് മുഹമ്മദ് അബ്ദു. ഈ മൂന്ന് പേരുടെ ആദർശങ്ങൾ, ആശയങ്ങളാണ് കേരളത്തിൽ വന്നത്. ഇപ്പൊ ഇവരും ഗ്രൂപ്പ് തിരിഞ്ഞു പറയുന്നു ജൂതന്മാരെ ഏജന്റുമാരായിരുന്നു. എത്ര ആൾക്കാർ മരിച്ചുപോയി? എത്ര ആളുകൾ മരിച്ചുപോയി? ഇത് ശരിയാണെന്ന് പറഞ്ഞ ഇവർ പരലോകത്തിന്റെ കാര്യം ആരായിരിക്കുക? ചിന്തിക്കണം സഹോദര. അതിന്റെയൊക്കെ പിന്നാലെ ഓടുമ്പോൾ ഒരു സീഡി കേൾക്കുമ്പോൾ ഒത്തിരി പഴക്കരുത്. അതും ശരിയെന്ന് പറഞ്ഞ ഓടണ്ട. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ കഴിയില്ല. ഓർത്തോളൂ, ചിരിച്ചു മരിക്കണമെങ്കിൽ ഇവാത്ത് നിന്നോളൂ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കൊന്നും മറച്ചേക്കേണ്ട ആവശ്യമില്ല. ഇത് പരലോകത്തിന്റെ കാര്യമാണ്. ഇതോടെ റേഷൻ കാർഡിന്റെ വിഷയമല്ലത്, ഇതൊരു നോട്ട് മാറ്റിയ വിഷയമല്ലത്, ഇതൊരു വെള്ളം കമ്മിയാകുന്ന വിഷയമല്ല.
ഈ നിമിഷം മരണം സംഭവിച്ചാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാലാകാലം അറ്റമില്ലാതെ, ഒരു നൂറ്റാണ്ടല്ല 10 നൂറ്റാണ്ടല്ല, അറ്റമില്ലാതെ ജീവിക്കണം. അവിടെ വിജയത്തിന്റെ കാര്യ. എന്തിനാ സഹോദര നമ്മൾ മറച്ചു വെക്കുന്നത്? എന്തിനാ മറച്ചു വെക്കുന്നത്? സഹോദര, സ്വഹാബത്തിൽ നിന്ന്, നബിയിൽ നിന്ന് കൃത്യമായിട്ട് സ്വഹാബത്ത് കണ്ടു. അങ്ങനെ കൃത്യമായിട്ട് വരണം, പാരമ്പര്യം വേണം. ആ പൈതൃകം ആർക്കും അവിടെ? കേരളത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് അറബി ഭാഷ പഠിക്കാൻ അമുസ്ലിം സഹോദരങ്ങളൊക്കെ അറബി ഭാഷ പഠിക്കുന്നവരുണ്ട്. കേരളത്തിൽ എത്രയോ അധ്യാപകന്മാരും അധ്യാപികമാരും ഹിന്ദു സഹോദരങ്ങൾ സ്കൂളുകളിൽ അറബി പഠിക്കുന്നവരുണ്ട്. മനസ്സിലായോ? കാര്യമില്ല. ഇത് കൈമാറി വരണം. അതായത് തന്തിൻ തറവാടും വേണമെന്നർത്ഥം. ശരിക്കും മനസ്സിലായിക്കോളും. ഏതെങ്കിലും ഒരു മുറി വന്നിട്ട് 4 അക്ഷരം പഠിച്ചിട്ട് വന്നിട്ട് ഇത് ഓതി തന്നാൽ അത് ശരിയാവില്ല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഓരോ വീട്ടുക്കും ഉമ്മാർക്കും സഹോദരങ്ങൾക്കൊക്കെ അള്ളാഹ്ക്ക് ഓരോ ഖുർആനാണ് ഇറക്കി തരാമായിരുന്നു. ഒരു കാറ്റലോഗ്, എങ്ങനെ ജീവിക്കേണ്ടത്, വ്യക്തമായൊരു പദ്ധതി. അങ്ങനെ തന്നില്ല. സഹോദര, പുണ്യനബിക്ക് പോലും അള്ളാഹു കൊടുത്തത് ജിബ്രീൽ എന്ന മലക്ക് മുഖേന. ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പുണ്യനബിയുടെ ആ പുണ്യനബിയിലേക്ക് വഹി വരുമ്പോ എന്താണ് ഓതി കേൾക്കുന്നത് എന്ന് സഹോദര ആയിഷ ബീവി പോലും കേൾക്കുന്നില്ല. പറഞ്ഞോ? അങ്ങനെ നബിക്കെത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദേശം സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. എന്തിനാ സഹോദര? മദീന പള്ളിയിൽ അഹ്ലു സുഫ. എന്തിനാണത്? ഇന്നത്തെ പള്ളി ദർസ് അവിടെ നിന്ന് വന്നതാണ് സഹോദര. ഇന്നത്തെ പള്ളി ദർസ് അവിടെ നിന്ന് വന്നതാ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് അഹ്ലു സുഫ റസൂലുള്ള എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് ആ ചുണ്ടിൽ നിന്ന് എന്താ വരുന്നത് ആ നാവിൽ നിന്ന് ഒരു ഗുരുമുഖത്ത് വെച്ച് പഠിച്ചു. അവരാ പിന്നെ ഈ സന്ദേശം ലോകത്തിന് കൈമാറിയത്. ആരെങ്കിലുമൊക്കെ അക്ഷരം എവിടുന്നെങ്കിലും പഠിച്ചു വന്നിട്ട് എനിക്ക് ഞാൻ പഠിപ്പിച്ചോളാം, ജൈനൽ പോലും നമ്മളതാ ശരി പോണ്ട, അങ്ങനെ പഠിപ്പിക്കാൻ കഴിയൂല. കാരണം അൽ ബഖറ സൂറത്ത് എങ്ങനെയാ തുടങ്ങുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ആരെ ഓതി തന്നു? ഒരു അക്ഷരം പഠിച്ച ആള് മുസാഹിബ് തുറന്നിട്ട് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതും? അവനോട് ഓതാൻ കഴിയൂല. അലിഫ് ലാം മീം. അവസാനം അവനാണ് ഒപ്പിക്കും അലമാറി. അത് ജിബ്രീൽ എന്ന മലക്ക് കൃത്യമായിട്ട് നബിക്ക് ഓതി കൊടുത്തു. അതേപോലെ സ്വഹാബത്തിന് ഓതി കൊടുത്തു. അവർ താബികൾക്ക് ഓതി കൊടുത്തു. അതിങ്ങനെ കൈമാറി വന്ന സുന്ദരമായൊരു പൈതൃകം. ഇത് വിട്ടുപോവുകയാണ് എവിടേക്ക്? സഹോദര, നമ്മുടെ പാരമ്പര്യം എന്താ? ഇന്നലെ പെയ്ത മഴക്ക് മുളച്ചു വന്നതിന്റെ പിന്നാലെ കൂടണം നമ്മൾ. മുസ്ലിമിന്റെ ഒരു ശരിയായ വഴിയുണ്ട്, നേരായ വഴിയുണ്ട്. ആ വഴി ഒരിക്കലും വിടരുത്. എന്തെങ്കിലും കേൾക്കുമ്പോഴേ ഞാനിതിങ്ങനെ പറയാൻ കാരണം ഇന്ന് യുവാക്കളൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കും. സഹോദരിമാര് വരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന കാലം തടയിടണം. പരമാവധി ഹിദായത്ത് കൊടുക്കാൻ നോക്കുക. ഒരാൾ പോയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, പറഞ്ഞു കൊടുക്കാം. സഹോദര, ഒരാൾക്ക് പണുണ്ടെങ്കിൽ 1-2 ആളുകൾ അങ്ങാടിയിൽ റൂം എടുക്കും. എന്നിട്ട് അവിടെ കുറെ കാസറ്റുകൾ കൊണ്ടുവരും. എന്നിട്ട് ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കും. ഏതോ ആളുകൾ അവരെന്തൊക്കെയോ വിളമ്പുന്നു, ആയത്തുകൾ അസ്ഥാനത്ത് ഉപയോഗിക്കും. ഇത് കേട്ടിട്ടത് സത്യമാണെന്ന് വിചാരിക്കുന്നു. സഹോദര, അതിന്റെ പിന്നാലെ പോകേണ്ട എന്തുകൊണ്ട്? ഇതൊക്കെ എന്നാ വന്നത്? 21-ന്റെ ശേഷം. ദീന് വന്നതോ? ചിന്തിക്കണ്ടേ? ചില ആളുകളൊക്കെ പെണ്ണുങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകുന്നവരുണ്ട്. സംവിധാനം ഉണ്ടോ? ഇല്ലല്ലോ. സഹോദര, എത്ര സൂക്ഷ്മമാണെടുക്കണ കേരളത്തിൽ വന്നത് എന്ന് വന്നു. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് ദീനിന്റെ പ്രബോധനത്തിന് വന്നവർ. റസൂലുള്ളാഹിന്റെ കാലത്ത് പെണ്ണ് പള്ളിയിൽ പോകുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നുവെങ്കിൽ സഹോദര, വന്നവർ അവിടെ ഭാര്യമാരെ കൊണ്ടുപോകണ്ടേ? മാതൃക കാട്ടണ്ടേ? കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ പോയതെന്ന 1950. 1950. ഇത് 2017 ആയിട്ടുള്ളൂ. എത്ര കൊല്ലായി? 67 കൊല്ലല്ലേ? അത്ര ആയിട്ടുണ്ട്. കേരളത്തിൽ പള്ളി വന്നതെന്ന, കേരളത്തിൽ ആദ്യത്തെ പള്ളി വന്നതെന്നാ ചിന്തിച്ചോ? സഹോദര, നിങ്ങൾക്കറിയോ പരിശുദ്ധമായ പൊന്നാനിയിലേക്ക് ആരൊക്കെ വന്നു? ഇബ്നുൽ ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു പരിശുദ്ധ മക്കയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയ മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ കാലിന്റെ സ്പർശനമേറ്റ മണ്ണാണ് പൊന്നാനി. എന്താ കാരണം? ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനാ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ അരുമ ശിഷ്യന്റെ അരികിലേക്ക് മക്കയിൽ നിന്ന് പൊന്നാനിയിലേക്ക് വന്നു. പൊന്നാനിയിൽ നിന്ന് മക്കയിലേക്ക് പഠിക്കാൻ പോയി. ആര്? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു.
നമ്മളെ പാരമ്പര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, ഈമാൻ യമനിയാകുന്നു. അൽ ഈമാൻ യമാനിയും. സഹോദര, യമനിൽ നിന്നല്ലേ നമ്മുടെ പണ്ഡിതന്മാര് വന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ പിതാക്കൾ വന്നത് എവിടുന്നാ? യമനെന്നാ വന്നത്. ഇതാണ് നമ്മളെ പാരമ്പര്യം. സഹോദര, പാണക്കാട്ടെ തങ്ങന്മാരെവിടുന്നാ വന്നത്? യമനെന്നാ. വല്ല അടിവേര് കിടക്കുന്ന യമനെന്നാ? യമനില. ശംസുൽ ഉലമയുടെ ഹിക്മത്താണ് സമസ്തയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പയറ്റിയത്. റസൂൽ എന്താ പറഞ്ഞത്? അൽ ഈമാൻ യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയുൻ. ഈമാൻ യമനിയാണ്, ഹിക്മത്തും യമനിയാണ്. ശംസുൽ ഉലമയുടെ പിതാക്കൾ എവിടുന്ന് വന്നതാ? യമനെന്ന് വന്നതാ. യമനെന്ന് വന്നതാണ്. ഇന്ന് യമനിലെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥേതാറിയോ? ഷാഫി മദ്ഹബിൽ ഫത്ഹുൽ മുഈന. ആ ഫത്ഹുൽ മുഈൻ എവിടുന്ന് പോയതാ? സൗദി അറേബ്യയിൽ നിന്ന് പോയതല്ല, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന്. നമ്മൾ പാരമ്പര്യം. എന്ന് വന്നു പൊന്നാനി പള്ളി. എന്റെ സഹോദരിമാരൊക്കെ ശ്രദ്ധിച്ചോളൂ. നമ്മളെ കുടുംബത്തിലേക്ക് ഏതെങ്കിലും ഒറ്റപ്പെട്ട പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ആ പോക്ക് അപകടകരമായ പോക്കാണ്. അള്ളി റസൂലും പഠിപ്പിക്കാത്ത പോക്കാ. ആ തൊൽച്ചിന്റെ ആ പോക്കിനൊരു കൂലി കിട്ടൂല. ആരാ അവളോട് പോകാൻ പറഞ്ഞു? ഓളെ ഭർത്താവിന് എന്തരേ കൊണ്ടുപോകുന്നവന്? ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദര, പൊന്നാനി പള്ളിയിൽ ആരൊക്കെ ദർസ് നടത്തി? ഇന്നല്ലേ ഫൈലി, ഹുദവി, ദാരിം, വാഫി ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ പട്ടം ഒരേ ഒരു പട്ട, മുസ്ലിയാർ. മുസ്വല്ലിആർ എന്നാണ്. ഒന്നുകിൽ മുസ്വല്ലിആർ എന്ന് പറഞ്ഞാൽ 6 തമിഴാണ്. പരിഷ്കർത്താവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. മുസ്ലിഹാർ എന്ന് വരുന്നത് പരിഷ്കർത്താവ്. മുസ്വല്ലിആർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നിസ്കരിക്കുന്ന ആളെന്നാണ്. അത് പറഞ്ഞിട്ട് ഇങ്ങനെ മുസ്ലിയാരായി. മുസ്ലിയാർ എന്നുള്ളൊരു പട്ടായിരുന്നു. ഇന്ന് ഒരു കൊല്ലം ഓതാൻ പോയി പിന്നെ എന്ത് തരികട കാട്ടിയാലും ഓനും മൂല്യാരായി. അപകടമാണ്. ഒരു കാലത്ത് ബിരുദം അതായിരുന്നു. പൊന്നാനി പള്ളിയിലെ വളക്കത്തിരിക്കൽ. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ടോ? ഉമ്മാരെ ഇല്ലല്ലോ. ഒരു ബസ്രീക്കായി ഈത്തപ്പഴം കയറ്റുന്നു. എന്താ കാരണം? ബസ്രയിൽ നിന്ന് വന്ന ഒരാള് ബസ്രയിലുള്ള അറബിയെ, ബസ്രയിലുള്ള തന്റെ മുതലാളിയെ സന്തോഷിപ്പിക്കാൻ കേരളത്തിൽ നിന്ന് പോകുമ്പോ ആ ലോക്കൽ ഈത്തപ്പഴം ഉണ്ടല്ലോ, കൂറ ചത്തത് പോലെ നമ്മളെ ഉമ്മാര് അച്ചാറിടാ ഉപയോഗിക്കുന്നത്, അത് 2 കൊണ്ടുപോയി. അവന് പിരാന്താണെന്ന് കണക്കൂട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കുവാണ്. ഇത് പരിപാടിയാവര്. ഏതാ പൊന്നാനി? ചിന്തിക്കൂ സഹോദരൻ, ആരൊക്കെ അവിടെ കഴിഞ്ഞുപോയി? പെണ്ണുങ്ങൾ പള്ളിയിൽ ജുമാക്കും ജമാഅത്തിനും പോയാൽ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാ സഹോദരൻ എന്റെ പാവപ്പെട്ട ഭാര്യന്റെ ഞാൻ തടയുന്നത്? ആ സാധുവിന്റെ കൂലി തടയണം. എന്റെ തുണികുപ്പായി ഇസ്തിരി തരുന്ന, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അല്ലേ? ഏത് സമയത്തും രാത്രി ക്ലാസ് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോ ഒരു ചടുപ്പില്ലാതെ വാതിൽ തുറന്നു തരുന്ന എന്റെ ഭാര്യയ്ക്ക് എന്തിനാ ഞാൻ കൂലി തടയുന്നത്? കൊണ്ടോയി കൂടെ ഓളി. നമ്മളെക്കാളൊക്കെ വല്യോലെത്രയോടെ കഴിഞ്ഞുപോയി അറിയാം ഞങ്ങൾ കേരളത്തിൽ. എത്ര ആള് കഴിഞ്ഞുപോയി? എന്നിട്ട് 950 മലപ്പുറം ജില്ലയിലെ ഒതായിൽ ആദ്യമായിട്ടൊരു താത്ത പോയി. 50ന്റെ മുമ്പോടെ മുമ്പിനിങ്ങൾ കഴിഞ്ഞുപോയില്ലേ? ഇതൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയില്ലേ നമുക്ക്. സഹോദരൻ, ഞാൻ ഗുരുനാഥത്തിന്റെ ഒരു ഭാഗം പറഞ്ഞതാണ്. തലയുള്ളവർ ചിന്തിക്കണം. അല്ലെങ്കിൽ പിന്നെ 1921 ഇവരെ വന്ന് ഇവർ ഈ പറയുന്നതിന് മുമ്പും കഴിഞ്ഞുപോയ കേരളത്തിലെ മോമിനിങ്ങളൊക്കെ പേക്കണ്ടേ, മുസ്ലിങ്ങളൊക്കെ പേക്കണ്ടേ? പിന്നെ എന്തിനാ നമ്മൾ ഇതിന്റെ പിന്നാലെ കൂടുന്നത്? ഒരു സഹായം ചെയ്തു കൊടുക്കരുത്. ഒരു സഹായം ചെയ്തു കൊടുക്കരുത്. നമ്മൾ ഓനെങ്ങനെ ഉറപ്പിക്കാം? പടച്ചോനെ ഉറപ്പിക്കും. അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം സഹോദരൻ. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. ഇത് പരലോകത്തിന്റെ കാര്യമാണ്. ഇതൊക്കെ സഹോദര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിം ലോകത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജൂതന്മാർ ഒപ്പിച്ച കെണിയാണത്. ജൂതന്മാർ ഒപ്പിച്ചതാണ്. അതാ അവർ ഏറ്റുപിടിച്ചത്. ഒരടിസ്ഥാനമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല എന്നറിഞ്ഞു. മജ്‌ലിസ് നൂറിൽ പങ്കെടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിന്റെ ബാക്കിൽ ഇവനെ വന്നിട്ട് തുടരുകയാണ്. ഇവരെ കണക്കിനത് ശിർക്കാ അല്ലേ? ശിർക്ക് എന്ന ബഹുദൈവാരാധന. കുഫറിനേക്കാൾ പ്രശ്നം ശിർക്കാ. കുഫറിനേക്കാൾ പ്രശ്നം ശിർക്കാണ്. അള്ളാന്റെ അടുത്ത് ആ ശിർക്ക് ചെയ്യുന്ന ഒരാളുടെ സലാം പറയാൻ പറ്റുമോ? ഓന്റെ പിന്നിൽ തുടരാൻ പറ്റുമോ? ഓന്റെ വീട്ടിലേക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഈ വാദത്തിൽ എന്തർത്ഥമുള്ളത്? പുത്തൻ പ്രസ്ഥാനക്കാർ പറയും പിന്നെ അള്ളാഹു അല്ലാത്ത ആരും വിളിക്കാൻ പാടില്ല. അപ്പൊ യാ ഗൗസു യാ മുഹിയദ്ദീൻ എന്ന് ഖുതുബിയത്ത് വെച്ച് ചെല്ലിയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു. ഈ അടുത്ത പ്രദേശത്തുള്ളൊരു സഹോദരനുമായി ഞാൻ സംസാരിച്ചു. മുജാഹിദാണ് അത്രേ.
തെറ്റിദ്ധരിച്ച സഹോദരനാണെങ്കിൽ തിരുത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ സംസാരിച്ചു. എന്നോട് പറഞ്ഞു പിന്നെ മൗലൂദും കാര്യങ്ങളൊക്കെ ശിർക്കാണെന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദര, നിങ്ങൾ ഈ മൗലൂദ് ശിർക്കാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മൗലൂദ് കൊണ്ട് ഉദ്ദേശിച്ചത്? അയ്യും പറഞ്ഞു, മൗലൂദ്. ഈ മൗലൂദ് എന്തെങ്ങനെ തേങ്ങ പോലെ ഉരുണ്ടിട്ട ഇങ്ങനെ ആട്ടി മൗലൂദ്. ഞാൻ ചോദിച്ചു, സുഹൃത്ത്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളത് അറിയില്ല. നിങ്ങളെപ്പറ്റി ഞാൻ എന്തെങ്കിലും മദ്ഹ് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അതില്ല. അയാളെ പറ്റി നല്ലത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, സഹോദര, റസൂലുള്ളാഹിന്റെ മൗലൂദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ നന്മ പറയാം. റസൂൽ എല്ലാം നൽകും പെർഫെക്റ്റാ. നന്മല്ലാതെ ഒന്നുമില്ല. 100% ആ റസൂലിനെ പറ്റി നമുക്ക് നന്മയെ പറയാനുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എത്ര പറഞ്ഞാലും കടലിൽ നിന്ന് തോൽപാത്രത്തിൽ വെള്ളം മുക്കുന്നത് പോലെയാണ്, തീരൂല. ആര്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ മൗലൂദിന് കുഴപ്പമില്ല. എത്ര പെട്ടെന്ന് അറിയണം. നബിന് അതിന് കുഴപ്പമില്ല. പിന്നെ അവൻ പറഞ്ഞു, ഈ യാ ഗൗസ് വിളിക്കേണ്ട എന്തായിരുന്നാലും തെറ്റാണ്. അത് അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കലല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര, അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെന്ന് വെച്ചു. അപ്പൊ എന്നോട് അവൻ പറഞ്ഞു, ഷുവർ, ഉറപ്പായിട്ടും യാ ഗൗസു യാ മുഹിയദ്ദീൻ എന്ന് ഒറ്റവട്ടം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ യാ ഗൗസു യാ മുഹിയദ്ദീൻ എന്ന് കുത്തുബിയത്ത് വെച്ച് ചെല്ലുന്ന ആളാണ്. അത് ചെല്ലാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒറ്റവാക്കിൽ ഉത്തരം പറയണം, വിശദീകരണം പ്രസംഗമൊന്നും വേണ്ട. ഞാനിപ്പോ മുസ്ലിമാണോ കാഫിറാണോ എന്ന് ചോദിച്ചു. ഒറ്റവാക്ക് പറയാലോ അല്ലേ? നിങ്ങൾ കാഫിറാണെന്ന് പറയണം. അതിന്റെ മുമ്പ് അവൻ പറഞ്ഞ ആ വാദമനുസരിച്ച് ഞാൻ പറയണെന്ത്? കുത്തുബിയത്ത് വെച്ച് ചെല്ലുന്ന ആളാണ് ഞാൻ, ചെല്ലാൻ പറ്റുന്ന പ്രചരിപ്പിക്കുന്ന ആളാണ് ഞാൻ. മുസ്ലിമാണോ കാഫിറാണോ ഒറ്റ വാക്കിൽ പറയുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പൊളിഞ്ഞില്ലേ? ഞാൻ പറയണം, മാതാ അമൃതാനന്ദമയി ദേവി ദൈവമാണ് എന്നാണ് എന്റെ വിശ്വാസം. എന്നിട്ട് ഞാൻ അവനോട് ചോദിക്കാം, മോനെ, ഞാൻ മുസ്ലിമാ കാഫിറ? ഒറ്റടികാരം എപ്പോഴോ കാഫിറായിടാന്ന് അല്ലേ? അമ്മ ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ കാര്യത്തിൽ അവിടെ സംശയം വേണോ? ഇല്ലല്ലോ. ഒരു കുട്ടിക്ക് തലന്റെ ഉള്ളിൽ ഒരു കത്തൊട്ടിക്കാനുള്ള ചോറുണ്ടായാൽ മതി. പറ്റേ തോനൊന്നും വേണ്ട. അന്നം തിരിണ്ടോല് തിരിയും, തിന്നുണ്ടോല് തിരിയും. ഞാൻ യാ ഗൗസ് ചെല്ലുന്ന ആളാ. ഞാൻ ഇസ്ലാമിന്റെ അകത്താ പുറത്താന്ന് ചോദിച്ചപ്പോൾ പറയാണ്, നിങ്ങളെ കാര്യമല്ല, ഉസ്താദിന്റെ കാര്യമല്ല. അതെന്ത് ചോദിച്ചു? ഇവന് ഉത്തരമില്ല. പിന്നെ തലയും താത്തിരിക്കണം. തന്നെയാണ് എല്ലാരും കഥ. പൊതുവാണ് പറയും. എന്ത് പൊതുവെ? ഓരോരുത്തർ കൂടുമ്പോഴാണത് കുറെ ആളുകൾ ഉണ്ടാകുന്നത്. ഒരു കാര്യം ചെയ്ത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആള് മുശ്രിക്കായി സഹോദര. പിന്നെ അവിടെ വർത്താനുണ്ടോ? വാപ്പ കുത്തുബിയത്ത് വെച്ച് ചെല്ലേണ്ട ആളാ, മകൻ ഭയങ്കര തൗഹീദിന്റെ ആളായിരിക്കും. എന്നിട്ട് ഈ മകനാണ് വാപ്പാനെ കുറ്റം പറയുന്നത്. എന്നാലോ വാപ്പാനെ മുതലെടുക്കും. അതിനൊന്നും പ്രശ്നമില്ല. ഈ കാര്യത്തിൽ എന്താ അടിയന്തരത്തിനെ പലരും എതിർക്കുന്നുണ്ട്, ചെലവാക്കണ്ട. എന്നോടൊരു മുജാഹിദരൻ പറഞ്ഞു, പിന്നെ എങ്ങനെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ എന്റെ മകളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്, പള്ളാണാൻ വരുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങി പോകുമ്പോൾ എന്നോട് പറയാം, പള്ളാണാൻ വരുന്നുണ്ട്, ഒരു 2 വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ ചോദിച്ചു. ഈ പള്ളാണാൻ പോകും ബേക്കറിയിൽ നിന്നൊക്കെ പാടൊരു ലോഡ് കൊണ്ടുകൊണ്ടൊരു പരിപാടി ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഹലുവിയും ജിലേബിയൊക്കെ കൂടി. ഈ ആ ചങ്ങാതിന്റെ വാപ്പാക്ക് ദ്വാരുന്നിട്ടേ ഇല്ല. ഓ, ഭയങ്കര തൗഹീദാ. അത് ചെലവാക്കേണ്ട കാര്യമാണ്. ഹലുവിയും ജിലേബി ഇങ്ങോട്ട് തരേണ്ട കാര്യമാണ്. മനസ്സിലായോ? അടിയന്തരത്തിന് യാസീനോത്തും മൗലൂദും കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വരും. എന്താ കാരണം? ചെമ്പിലെ വരട്ട് ഭയങ്കര ടേസ്റ്റാണ്. അത് മുണങ്ങാനുള്ള കാര്യമാണ്. നല്ല ചുളിയിലൂടെ വന്ന് അവിടെ ആ മസാലക്കാരനെ വിളിച്ചാറി. മസാലക്കാരന് യാസീനോദിന്റെ നേരത്തെങ്ങാനും വന്ന കജ്ജണ് താത്തിയിട്ടിട്ട് എന്തൊരു പൊട്ടത്തരാ കാട്ടേണ്ടത്. അങ്ങനെ ആയാലേ വിതണിയാവൂന്നുള്ളൊരു ധാരണയാണ്. എന്താ ചെയ്യാ? എത്ര അപകടാത്. സഹോദരൻ, മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കാണ് യഥാർത്ഥത്തിൽ എന്ത് മയ്യത്ത് നിസ്കാരത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. മയ്യത്ത് നിസ്കാരത്തിലൂടെ മരിച്ചാൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കാണ് അല്ലെ? മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നിസ്കാരത്തിലൂടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാണ്? ദ്വാരക്കാണ്. അതന്നല്ലേ നമ്മൾ മരിച്ചവർക്ക് ദ്വാരക്കുന്നത്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കാണ്.
അപ്പൊ അയാളെ മകൻ മുജാഹിദ് ജമാഅത്തൊക്കെ ആണെങ്കിൽ ഓൻ മാറിയാണ് നിൽക്കും, കൈ താത്തി ചുണ്ട് പെരും പൂട്ടൽ കിട്ടും. അഥവാ രാമ്യം പറയണ്ടായിരുന്നു, ഞാനൊറ്റ സുന്നിയാണെന്ന് കരുതിയാലോ എന്ന് കരുതിട്ട് നമ്മൾ ചെന്നതിന് ഭയങ്കര ദേഷ്യക്കാരൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുആ കഴിഞ്ഞ് പോരുമ്പോൾ നമ്മൾ അവനോട് പറയണം, സഹോദര എന്നാ പോട്ടെ, അള്ളാഹു എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ അവൻ പറയും ആമീൻ ആമീൻ ആമീൻ. അപ്പൊ ഈ പോത്തിനെ അറിയിട്ടില്ല, അതല്ല തന്നെ പഴം പറഞ്ഞത്. അവന്റെ വാപ്പാക്ക് അറബിയിൽ പറഞ്ഞോന്നല്ലേ ഉള്ളൂ, ഇത് പക്ഷെ മലയാളത്തിലും പറഞ്ഞോന്നുള്ളൂ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ സാസിലേക്ക് കടന്നുവരാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെല്ലാവരും ഇരിക്കും. മഹാനായ തങ്ങളവറുകളെത്തി. ഞാൻ അവസാനിപ്പിക്കാം. തങ്ങൾ വരോളം സംസാരിക്കാമെന്നല്ല, ആ വന്ന ക്ഷീണം അവിടെ നിന്ന് വരോളുള്ള ക്ഷീണം മാറണം പറയാം. അത് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ, അതായത് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ വഴി, ആ വഴി തെറ്റിപ്പോകുന്നൊരവസ്ഥ ഒരു കാരണവശാലും നമുക്കുണ്ടാകരുത്. ഞാൻ ചുരുക്കണം, ഞാൻ നിർത്തുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി നമുക്ക് നേതൃത്വം നൽകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നിങ്ങളിൽ ഇങ്ങനെ ആക്കിയത് ആരറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നമ്മുടെ സാദാത്തുക്കളുടെയും പാണക്കാട്ട തങ്ങന്മാരുടെയും സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ യൂത്തിന്റെ അവസ്ഥ എന്താ? ചിത്രം മാറുമായിരുന്നു. ഒരുവിധം കൊടുങ്കാറ്റിനൊന്നും ഇവിടെ ഒന്നും പറ്റാത്തത് നമ്മുടെ ഫൗണ്ടേഷൻ വളരെ ക്ലിയർ ആയതുകൊണ്ടാണ്. ഇത് നമ്മക്കേ ഉള്ളൂ. പല സംഘടനകളും ഹസദിന്റെ മേൽ പണ്ട് ശംസുലമ്മ പറഞ്ഞതുപോലെ ബിനായി ചെയ്തതാ, അസൂയയിൽ എടുക്കപ്പെട്ടതാ. ഇതങ്ങനല്ല, ഇത് ഉസ്സിസ അല തഖ്വ, ഇത് തഖ്വയിൽ എടുക്കപ്പെട്ടതാ. അവിടെ നിന്നോളി. അള്ളാഹുവിന്റെ പ്രവാചകരുടെ കുടുംബത്തിലെ പ്രധാന കണ്ണി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആണ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇതിനൊന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. ആര് വന്നാലും അത് എന്നോ പോണ്ടേ. ആരാ മുല്ലക്കോയത്തങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഉടനെ ഫലം കണ്ടിരുന്ന സഹോദര? ഒരു കാലത്ത് നമുക്ക് നേതൃത്വം നൽകിയത് കണ്ണിയത്ത് ഉസ്താദാ. ആരാ ഒരു ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത? ഇപ്പൊ മടക്കി നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയ കണ്ണിയത്ത് ഉസ്താദുള്ള കാലത്ത് യാ വദൂദ് എന്ന് പറഞ്ഞ് ചോദിച്ച മഴയായി. മഴല്ലേറ്റ് ദ്വാരന്ന് വാഴക്കാട് വെള്ളമായി, വെള്ളം കയറിയാകെ ദാറുൽ ഉലൂം അറബി കോളേജിലെ ക്യാൻറ്റീനിലേക്ക് വെള്ളം കയറി. അന്ന് ഇതേ കണ്ണിയത്ത് ഉസ്താദ് രണ്ട് കൈ ഉയർത്തി യാ വദൂദ് ഇങ്ങനെ വെള്ളം ഇറങ്ങട്ടെ. വെള്ളം ഇറങ്ങി. ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഭയങ്കര ചെറൂർ ഭാഗത്ത് വെള്ളമില്ലാത്തൊരു പ്രയാസം വന്നപ്പോ ഉസ്താദ് സി എച്ച് ഐദറൂസ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ദ്വാ നടന്നു. ഉസ്താദ് ദ്വാരുന്നു. അന്നത്തെ സംഘികൾ പരിഹസിച്ചു. മൂലയിൽ ദ്വാരുന്നാൽ പ്രാർത്ഥിച്ച മഴ വരുമോ? എവിടുന്നാ മഴക്കാറ് വന്നതെന്നറിയില്ല. അതാണ് അള്ളാന്റെ കഴിവ്. അള്ളാന്റെ അവിടെ അടുത്ത ആളുകൾ ചോദിച്ചാൽ അപ്പൊ അലം തറ അന്നല്ലാഹ യസ്ജി സഹാബ. മേഘത്തെ കൊണ്ടുവരുന്നതാരാ? അള്ളാഹുവാ. പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞു കൃത്രിമ മഴ ഏൽപ്പിക്കും. അപ്പൊ ചില ആളുകൾക്കൊക്കെ വലിയ സമാധാനം, ഇനി പേടിക്കാനില്ല. ആനക്കയം പഞ്ചായത്തിൽ മഴ ഇല്ലെങ്കിൽ കലക്ടർക്ക് ഒരു ഓർഡർ കൊടുത്താൽ മഴ പെയ്യും തോന്നിപ്പോകാൻ കേട്ടാൽ. വീട്ടിന്റെ മുറ്റത്ത് മൂച്ചിണ്ടെങ്കിൽ, മൂച്ചിമ്മ മാങ്ങുണ്ടെങ്കിൽ ചമ്മന്തി അരക്കാൻ ഒരു തോട്ടി കൊണ്ട് കുത്തി കൊഴിച്ചാടിക്കാം, അല്ലെങ്കിൽ കല്ല് കൊണ്ട് എറിഞ്ഞു ചാടിക്കാം. മാങ്ങല്ലെങ്കിലോ? മാങ്ങല്ലാത്ത മൂച്ചിമ്മ കുത്തിയിട്ടെന്ത് കാര്യ? മാങ്ങല്ലാത്ത മൂച്ചിമ്മക്ക് എറിഞ്ഞിട്ടെന്ത് കാര്യ? ആകാശത്ത് കരിമേഘം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ, അത് പെയ്യാൻ മടിച്ചു നിൽക്കുമ്പോ വിമാനത്തിലൂടെയോ റോക്കറ്റിലൂടെയോ അതിലേക്ക് എന്ത് കൊടുക്കാം? ചില രാസവസ്തുക്കൾ വെതറിയിട്ട് മഴ പെയ്യിപ്പിക്കാം എന്നാ പറയുന്നത്. അതന്നെ ആ പറഞ്ഞു എന്നല്ലാതെ പിന്നെ ഒന്നും കേട്ടിട്ടില്ല. നേരമില്ല. അത് ശരിയാവുന്ന ആരും കരുതല്ല. വേർന്നോളി പഠിച്ചനോട്. ആകാശത്തേക്ക് മേഘം കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്. കണ്ണിയത്ത് ഉസ്താദ് വേർന്നപ്പോ, ഐദർസൂലിയർ വേർന്നപ്പോ ഒന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം. അദ്ദേഹത്തിന്റെ പിതാവ് വെള്ളിയാഴ്ച ദ്വാരുന്നു ജുമുഅക്ക് മഴല്ലേറ്റ്. അസർക്ക് ഹൗലിൽ ഒരു തുള്ളി വെള്ളമില്ല വാളക്കുളം പള്ളിയിൽ. അസർക്ക് ബാങ്ക് കൊടുത്തതിന്റെ ശേഷം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പിതാവ് ആ മഹാപണ്ഡിതൻ ഹൗലിന്ന് അവിടെ വന്നിരുന്നു. മഴ പെയ്താൽ പള്ളിന്റെ ഓട്ടുപുറത്തുനിന്ന് വെള്ളം ഒന്നായിട്ട് ഹൗലിക്ക് ചാടുന്ന സിസ്റ്റാണെന്ന്. അദ്ദേഹം അസർക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, പഠിച്ചോനെ
ജിപ്പം മഴ തന്നിട്ട് ഈ ഹൗല് നിറഞ്ഞ് ഇതിന്ന് ഒന്നെടുക്കാതെ ഞാൻ അസർ സ്കെച്ചുലാർ. എനിക്കും പറയും നോക്കും പറയാം അങ്ങനെ. പക്ഷെ അസർ കള്ളാവും. അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പിതാവ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല സഹോദര, മഴ പെയ്തിട്ട് ഇഖാമത്തിന്റെ സമയമായപ്പോഴേക്ക് ഹൗല് നിറഞ്ഞു. ഇവരാ നമുക്ക് നേതൃത്വം നൽകിയത്. ഇവരൊക്കെ മാറ്റിയിട്ട് എവിടേക്ക് നമ്മൾ പോകുന്നത്? ആരാ സഹോദര ഇവരൊക്കെ? ഉസ്താദ് സി എച്ച് ഐദുറസ് മുസ്ലിയാർ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഒളവ് ചെയ്തു വന്ന് ഞാൻ മരിക്കാണ് എന്ന് പറഞ്ഞ് ഭാര്യയോട് എന്നെ തുടരുത് എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയോട് ഇരിക്കുന്ന മസല പോലും പറഞ്ഞു കൊടുത്തിട്ട് മയ്യത്തിനെ കിടത്തുന്ന രൂപത്തിൽ സ്വയം ചെരിഞ്ഞു കിടന്നിട്ട് ഉറക്കെ കെലിമ ചൊല്ലി മരിച്ചു. സമസ്തയുടെ മുഷാവർ അംഗമായിരുന്ന മഹാനായ സി എച്ച് ഐദുറസ് മുസ്ലിയാർ. ഞാൻ നിങ്ങളെ എവിടെ നിൽക്കണ്ടേ? സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, അതാ മുസ്ലിമിന്റെ നേരായ വടി. അതിനുവേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ജീവിതം ഒളിഞ്ഞുവെച്ച കെ ടി മാനവസ്ലിയാർ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ 10-16 ലക്ഷം ആളുകളെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഉറക്കെ കെലിമ ചൊല്ലി തിങ്കളാഴ്ച രാവിലെ കണ്ണടച്ചു. ഏത് മാർഗത്തിലാണ് കണ്ടത്? നിങ്ങൾ ഈ കെആറിനാണ് തള്ളരുത്, അങ്ങനെ പ്രയോഗിക്കുക ചെയ്യരുത്. മഹാനായ ശംസുൽ മുഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കുട്ടികൾക്ക് ദർസ് നടത്തുമ്പോൾ പറയുമായിരുന്നു, എടാ മരിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച സുബൈക്ക് മരിക്കണം. അപ്പോഴാണ് പുണ്യനബി വഫാത്തായത്. ആര് പറയാ? ശംസുൽ ഉലമ. എന്നാ ശംസുൽ ഉലമ വഫാത്തായത്? തിങ്കളാഴ്ച സുബൈക്ക്. തിങ്കളാഴ്ച സുബൈക്ക്. ഇത് വെന്റിലേറ്ററിൽ ഇട്ടിട്ട് നീട്ടല്ലത്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അദ്ദേഹം വളരെ സീരിയസ് ആയപ്പോ ഡോക്ടർമാർ ഉസ്താദ്മാർക്കാണ് വിട്ടുകൊടുത്തു. നിങ്ങൾക്ക് ചെല്ലാളൊക്കെ ചെല്ലിക്കോളിയെന്നാണ്. ഞായറാഴ്ച രാത്രി മുതൽ മഹാനായ ശംസുൽ ഉലമ അതീവ ഗുരുതരാവസ്ഥയിൽ എന്നാൽ നല്ല ഓർമ്മയിൽ കടന്നു. സുബഹിക്ക് ബാങ്ക് കൊടുക്കാനായപ്പോ ഇന്നും വേങ്ങരന്റെ അലിക്കുട്ടി ഹാജി അദ്ദേഹം യാസീൻ തുടങ്ങി. യാസീനാണ് പൂർത്തിയാകലോടുകൂടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് മുടങ്ങാണ്. നല്ല ഓർമ്മയോടുകൂടെ മഹാനായ ശംസുൽ ഉലമ ബാങ്കിന് ഇജാബത്ത് കൊടുത്തു. ഇത് കെട്ടുകഥല്ലല്ലോ, പടുത്ത് കഴിഞ്ഞുപോയ സംഭവമല്ലേ. പള്ളിയിൽ നിന്നും വാങ്ങിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വാങ്ങാൻ അവസാനിച്ചു. ശംസുൽ ഉലമ ബെഡ് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. തന്റെ ജീവിതത്തിൽ തന്റെ കുട്ടികളോട് അദ്ദേഹം പറഞ്ഞിരുന്ന ആ പറഞ്ഞ അതേപോലെ കൃത്യമായിട്ട് ഉറക്ക കെലിമല്ലി പുഞ്ചിരിച്ചു മരിച്ചു. കോഴിക്കോട് പോകുമ്പോ വരക്കൽ പോയിട്ട് അവിടെ പോയാൽ മുല്ലക്കോയ തങ്ങളും സിയാർത്ത് ചെയ്യാം, ശംസുൽ ഉലമയുടെ ഖബറും സിയാർത്ത് ചെയ്യാം. ഇവരാ നമുക്ക് നേതൃത്വം നൽകിയത്. ഇങ്ങനെ ഉഖ്റവിയായ പണ്ഡിതന്മാർക്ക് സഹോദര പണ്ഡിതന്മാരെ എണ്ണി പറയാൻ ആർക്ക് കഴിയും? മുട്ട് പറക്കാതെ ആർക്ക് കഴിയും? വിദഗ്ധത്താരൊന്നും മരിച്ചുപോയവരെ പറ്റി അവരെന്നെ പറയണില്ല. എന്തിനാ പിന്നെ നമ്മൾ വ്യതിചലിക്കുന്നത്? ഇവരെവിടെയാണ് യഥാർത്ഥത്തിലുള്ള വടി? പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ അറിയില്ലേ? സമസ്തക്ക് എതിരായിട്ടൊരു സംഘടന രൂപീകരിച്ചൊരു കാലം വന്നപ്പോ അന്ന് കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് മഹാനായ പൂക്കോയത്തങ്ങൾ എന്ത് പറഞ്ഞു? കേരള മുസ്ലിമീങ്ങൾക്ക് അഖിലയും വേണ്ട ഖുഹിലയും വേണ്ട, സമസ്ത മതി. അഖില കേരള ജമിയത്തുലുമ ആണ് തക്ബീർ മുടക്കിയതാ. അഖില കേരള ജമിയത്തുലുമ പിരിച്ചുവിടാൻ ആളുണ്ടായില്ല. ആര്? പാണക്കാട്ടെ പൂക്കോയത്തങ്ങളാ പറഞ്ഞു. ജീവിതത്തിലൊരു കറാഹത്ത് പോലും ചെയ്യാത്ത ബാഫിക്ക് തങ്ങളാ ഒരു കാലത്ത് നമുക്ക് നേതൃത്വം നൽകിയത്. അറിയോ നിങ്ങൾക്ക്? നമ്മൾ ഏത് ഭാഗത്ത് നമ്മൾ SKSന്റെ പ്രവർത്തനത്തിൽ കരുത്തേക്കണം. നമ്മളെ കുട്ടികൾ അതിൽ പ്രവർത്തിപ്പിക്കണം. ഇവിടെ അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ നിലനിൽക്കണം. അതിനാ ഞാൻ പറയുന്നത്. എന്നിട്ട് ചിലർ പറയാം മങ്കൂസ് മൗലവി നരകത്ത് കാണും. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക്ക് തങ്ങൾ മങ്കൂസ് മൗലവി മുഴുവൻ ഓതി തന്റെ നാട്ടുകാരെ കൊണ്ട് ഓദിച്ചിട്ട ലാസ്റ്റ് ഹജ്ജിന് പോയത്. ആ പോക്ക് പോയിട്ടാണ് അദ്ദേഹം ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് മക്കയിൽ മരിച്ചത്. നിങ്ങൾ ചിന്തിക്കൂ, വല്ലാത്തൊരു ഭാഗ്യം. മങ്കൂസ് മൗലവി നരകത്തിലേക്കാണ് പുത്തൻ പ്രസ്ഥാനക്കാർ ലേഖനം എഴുതിയത്. മങ്കൂസ് മൗലവി മുഴുവൻ ഓതിയെന്ന് മാത്രമല്ല, വർക്കത്തിന് വേണ്ടി ഓതിയവർക്കൊക്കെ കാശ് കൊടുത്തിട്ട് ലാസ്റ്റ് ഹജ്ജിന് പോയത്. എന്നിട്ടോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക്ക് തങ്ങൾ വഫാത്തായത് ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ടാ. ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം വഫാത്തായത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മരിച്ച ഷഹീദിന്റെ കൂലിയാണ്. 2. അദ്ദേഹം വഫാത്തായത് പരിശുദ്ധ ഹറമിൽ വെച്ച ലോകത്തെ ഏറ്റവും നല്ല മണ്ണിൽ വെച്ച്. 3. അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വന്ന 20 ലക്ഷം ആളുകളാണ്. 4. ഹജ്ജ് മുഴുവൻ കഴിഞ്ഞാൽ മരിച്ചാൽ അപ്പ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ്. 5. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയുടെ കാലിന്റെ ചോട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 6. ഒരാളെ പറയൂ, നിങ്ങൾ എഴുതി തരും. ഇങ്ങനെ ഭാഗ്യം കിട്ടിയത് സമസ്തക്കല്ലാതെ.
ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക്ക് തങ്ങളെ ഒരു കാലത്ത് നമുക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് അതാണ് ശരിയായ വഴി, അതന്നെയാണ് ശരിയായ വഴി. അതുകൊണ്ട് ആ വഴിയിൽ ഉറച്ചു നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അൽഹംദുലില്ലാ, നമ്മുടെ യാനക്കയത്ത് ഒന്നുമില്ലായിരുന്നു നമുക്ക്. അബ്ദുല്ലാജിക്കൊക്കെ അറിയാം, പണ്ട് SKSF നമ്മൾ പ്രവർത്തിക്കുന്ന കാലത്ത് ഇവിടെ ബന്ധപ്പെടാൻ അബ്ദുല്ലാജി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ ഇരുന്ന വളരെ ഇവിടെ വന്നപ്പോൾ ഒന്ന് കരഞ്ഞു എന്നോട് പറഞ്ഞു, അന്ന് ഇടങ്ങാറായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളെ കുട്ടികളൊക്കെ വളരെ ആക്റ്റീവായി. അൽഹംദുലില്ലാ, കാരണവന്മാര് സാധാരണ ഒരു നാട്ടിലില്ലാതെ കാരണവന്മാരെന്നെ ആക്റ്റീവായ നാടാണ്. അൽഹംദുലില്ലാ, ഇത്ര മനോഹരമായ ഒരു സാഹസം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. വളരെ വലുതാണ്. കുറേ ആള് കൂടുകയെന്നുള്ളതല്ല, ഉള്ളത് നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. ജഗപകാക്കിയിട്ട് കാര്യമില്ല, ജാടകളെ കൊണ്ടും കാര്യമില്ല. അതൊക്കെ ഒരു ഒടുക്ക് മാത്രമായിരിക്കും. വളരെ ആത്മാർത്ഥത ഇഖ്ലാസിനാണ് സ്ഥാനം. അതുകൊണ്ട് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാനുള്ള ശ്രമങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ യാനക്കയത്ത് എല്ലാ മാസവും ഖുർആൻ ക്ലാസും മജ്‌ലിസുൻ നൂർ ഒന്നായിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നടക്കും. അതിൽ പങ്കെടുക്കുന്ന സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. പരിസരത്തുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാ, ഈ സദസ്സിൽ വന്ന് വളരെ റാഹത്തായി. അവിടെ ഇവിടെയും പാണായും അതുപോലെ തന്നെ പുള്ളിലങ്ങാടിയും ഇവിടെ പിന്നെ മുട്ടിപ്പാലത്തങ്ങളും ഈ പരിസരത്തുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ആനക്കയത്തെ ഈ പരിപാടിയുടെ വാർഷികത്തിന് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിജയിപ്പിച്ചു തന്നു. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങളവറുകൾ പിന്നെ പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് ശിഹാബ് തങ്ങളവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അതാ വിഷയമാണ് പറഞ്ഞ് മുഴുവനാക്കിയതാണ്. തങ്ങളെ ഇരുത്തിയിട്ട് കൂടുതൽ പറയാൻ പാടില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാ തങ്ങളവരോട് എത്തി. നമ്മൾ ഒരുപാട് ആളുകൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്തു. വീട്ടിലൊരു കല്യാണം തീരുമാനിച്ച അത്ര റിസ്ക് ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ അത്രയും ഇടങ്ങാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇനി നമുക്ക് സന്തോഷിക്കാം. പക്ഷേ എന്ത് വേണം? തുടർ പ്രവർത്തനങ്ങൾ വേണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാം, വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഈ സാഹസിലിരിക്കുന്ന സഹോദരങ്ങളൊക്കെ നാളെ സുബഹിക്ക് പള്ളിയിൽ വരണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് വസിയത്ത് ചെയ്യണം. നമുക്ക് അല്ലാഹു തആല വിജയം തരണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു നമുക്ക് വിജയം തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹ് പറഞ്ഞിടത്ത് നിൽക്കണം. നമ്മൾ മരം വെട്ടിയതും മല നിരത്തിയതും മഴ ഇല്ലാത്തതിന് കാരണം പറയണ്ട അല്ലേ? അതൊന്നുമല്ല. ഖുർആൻ പറയുന്ന 4 കാരണമാണ് മഴ മുടക്കാൻ. 1 ഈമാൻ ഇല്ലാതിരിക്കുക, 2 തഖ്വ ഇല്ലാതിരിക്കുക, 3 ഇസ്തിഗ്ഫാർ ഇല്ലാതിരിക്കുക, 4 തൗബ ചെയ്യാതിരിക്കുക. ഈമാനും തഖ്വയും ഇസ്തിഗ്ഫാറും തൗബയും ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഅ, ആകാശത്ത് നിന്ന് ബർക്കത്തിന് ചോദിച്ചു കൊടുക്കുന്നു. അവിടെ ബർക്കത്തിന്റെ ഉദ്ദേശം മഴയാണ്. യുക്തിവാദികൾക്ക് ഇത് പറഞ്ഞാൽ തിരിയില്ല. ഞാൻ ഇപ്പൊ യുക്തിവാദികളോടല്ല പറയുന്നത്, മുഅ്മിനീങ്ങളോടാണ്. അതുകൊണ്ട് ഈമാൻ നമുക്കുണ്ടാവും, തഖ്വ ഇല്ലാത്ത. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ ഇതൊക്കെ എടുത്ത് വെച്ച് വൈകിപ്പോയാലും സംഘാടകരായ സഹോദരങ്ങളോട് പറയുന്നു, നാളെ സുബഹിക്ക് നിങ്ങൾ പള്ളി വരണം. എന്നാ മുതലായി. ഉമ്മാരെ നിങ്ങളെ കുട്ടികളങ്ങളൊന്ന് പറഞ്ഞേക്കണം. ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ട്, ധാരാളം സഹോദരിമാരുണ്ട്. കുട്ടികൾക്ക് ഒഴിവ് വരാം. ഞാൻ അന്ന് മുട്ടിപ്പാലത്ത് നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞു ഈ സംഭവം. എന്തറിയോ? നിങ്ങളോടും പറയാം, കുട്ടികൾക്ക് ഇപ്പം ഒഴിവ് സമയം വരാമല്ലോ, ഒരു ചെറിയൊരു പണി കുട്ടികൾക്ക് കൊടുക്കാം. എന്ത്? അതായത് ഒന്ന് ശ്രദ്ധിക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു നല്ല ഒഴിവുണ്ടാവും. എന്തെങ്കിലും ഒരു ഓഫർ, ഒരു സമ്മാനം തീരുമാനിച്ചോളൂ. ഖുർആനിൽ നിന്ന് ഒരു വലിയ സൂറത്ത്, ഇന്നാഴത്തേനാക്കല്ല, അത് പഠിച്ചതായിരിക്കും, അതിന് വലിയ റിസ്ക് ഇല്ല. ഒരു സൂറത്ത്, ഒരു ഇതാവക്കഴത്തിയോ യാസീൻ നേരത്തെ പഠിച്ചതാവും, എന്നാ യാസീൻ വിട്ടിട്ടുണ്ടാവും. ഉമ്മാരെല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ഒരു പണി കൊടുക്കുക ഈ ഒഴിവിൽ. അല്ലാതെ വെറും കോട്ടക്കുന്ന് പോകണ്ട. അവിടെ ഉമ്മാന്റെ മക്കബറുണ്ട് തോന്നിപ്പോ, പോക്കണ്ട, അവിടെ ഓടണ്ട, അവിടെ ഓടണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ മുടി തലയിൽ ഇല്ലാത്ത അവസ്ഥയിലാക്കിയ പിന്നെ കോട്ടക്കുന്നും വേണ്ടിയല്ലോ, ഓരോ കുന്നും വേണ്ടിയല്ലോ. ഹൂദ് നബിയുടെ ജനതയ്ക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കാം, കാരണം കുന്നിന്റെ മുകളിൽ പാർക്കുണ്ടാക്കിയതാണ്. ഖുർആൻ പറയുന്നുണ്ട്, ആ തബ്നൂ നബികുല്ലി റീഇൻ ആയത്തൻ തഅവസൂൻ, നിങ്ങൾ കുന്നിന്റെ മുകളിൽ സുഖിക്കാൻ വേണ്ടി, വിനോദിക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. അതല്ല എന്ന് നടക്കേണ്ടത്. ഓൽക്ക് അള്ളാഹു തആല മഴ മുടക്കിയിട്ട് പിന്നെ കൊടുങ്കാറ്റ് കൊടുത്തു. എല്ലാം ശ്രദ്ധിച്ചോളെ. ഞാൻ എൻ്റെ ഉമ്മാരോട് പറയാണ്, കുട്ടികളൊക്കെ ഒന്ന് വിളിച്ച് സുബഹിക്ക് നിങ്ങൾ പറഞ്ഞയക്കും. എന്നാ കുട്ടികളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ പിതാവ് അടിച്ചു കൊന്നു 2 ആഴ്ച മുമ്പ്, കള്ളുകുടിയനായിട്ട്. എന്താ പതൊക്കെ അവസ്ഥ? സ്വന്തം മകനെ പെരിച്ചാഴിയെ തല്ലിക്കൊല്ലുന്ന പോലെ തച്ചുകൊണ്ടു. ഗതി വരാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം, കടിഞ്ഞാണ്. അപ്പൊ കുട്ടികൾക്ക് ഒരു സൂറത്ത്, ഒരു വലിയ സൂറത്ത്
ഒന്നോ രണ്ടോ സൂറത്ത് ഈ മാസത്തിൽ പഠിക്കണമെന്ന് പറയാം, അതിനെന്തെങ്കിലും ഒരു സമ്മാനം തരുമെന്ന് പറയാം, കനത്തിലൊരു സമ്മാനം കൊടുക്കാം. ഒന്ന് പരീക്ഷ നോക്കും. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് എന്നോട് പല സഹോദരങ്ങളും പറഞ്ഞ് വിജയിച്ചു. അധിക ആളുകളോട് ഡ്രസ്സ് വാങ്ങി തരാമെന്നോ എന്താണ് പറഞ്ഞ കുട്ടികളായ്മ തന്നെ കൂടി ഒരു സൂറത്ത് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാ, അതായിരിക്കും വലിയ വരുമാനം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെടുത്ത് എല്ലാത്തിനുള്ള മരുന്നുണ്ട്, ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, സുബൈക്ക് പള്ളിക്കവരെ ഒരു പ്രഭാതം അള്ളാന്റെ ഭവനത്തിൽ നിന്ന് സുബൈ സ്കെച്ചാൻ തുടങ്ങിയാൽ അന്നത്തെ ദിവസങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ഭയങ്കര റാഹത്താണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ആ കുത്തിമറിച്ചിട്ടുണ്ടല്ലോ, അതും പള്ളിക്കെന്നുള്ള നിസ്കാരം എത്ര വ്യത്യാസം ഉണ്ട് അറിയങ്ങൾ. 2000 ഒറ്റ നോട്ടും 10 നോട്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. എന്ത് റാഹത്താണ്. അള്ളാന്റെ ഭവനത്തിൽ നിന്ന് തുടങ്ങട്ടെ. ഒരല്പം ഖുർആന് ഒരു പേജെങ്കിലും ഓതിട്ട് ഒന്ന് പറഞ്ഞേക്കുമാരെ, പിന്നെ നിങ്ങളെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്ക വേണ്ട. എന്നാ പ്രവർത്തനം മുതലായി. ഞാനങ്ങനെ വലിച്ചു നീട്ടി കുറെ വയലു പറഞ്ഞ് അങ്ങനെ ഇരിക്കും. നിങ്ങൾ ചിലപ്പോൾ പോകുമ്പോൾ പറയും, എന്താ നീട്ടലില്ലേ, ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ പോരാറി. കാരണം എന്താ, അയാളിപ്പോ എന്തിനാ സുബൈമാത്ത് അങ്ങനെയൊക്കെ പറയണ്ട, ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് പറയല്ലേ എന്ന് പറയും. അപ്പൊ സോപ്പിട്ട് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയാൻ കാരണം എന്താ അറിയോ, അസ്സലാത്തു ഖൈറും മിനന്നോ ഇതുവരെ കേൾക്കാത്ത ചെറുപ്പക്കാരുണ്ട്, ഖേദിക്കും. എന്താ കാരണം എന്നറിയോ, ശരീരം തളർന്നു പോയാൽ പിന്നെ വീട്ടിൽ കിടത്തം തന്നെയാവും, അപ്പൊ പൊട്ടും. അപ്പൊ സാഹചര്യം ആവശ്യം വരും. കടത്തം തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ പകരം നല്ല ഉറക്കേകാരം, രാത്രി ഉറക്കില്ല. അപ്പൊ ഇങ്ങനെ ഒഴുകി വരും സുബൈവാങ്ക്, അസ്സലാത്തു ഖൈറും മിനന്നൗം. അങ്ങനെ കേറിക്കും. പൂതിണ്ട് പോകാൻ, നടക്കാൻ വയ്യ, കക്കൂസ് പോകാൻ വയ്യ. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു കാലുണ്ടായിരുന്നു, അന്ന് പോയില്ല. അന്ന് 8 മണി വരെ കടന്നിറങ്ങി. ഇപ്പൊ കേൾക്കാം, വരുത്തിക്കൂടെ അള്ളാ. എത്ര നല്ല ആരോഗ്യവാന്മാർ പെട്ടെന്ന് തളരുന്നുണ്ട്. ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. ചില വലിയ മുതലാളിമാർക്കൊരു ധാരണ, ഞാൻ അതിന് മാത്രമൊന്നുമല്ല, ചിന്തിക്കരുത്, മുതൽ പഠിച്ചാൻ കൊടുത്തതാ. ചില വിദ്യാസമ്പന്നർക്കൊരു ധാരണ ഉണ്ട്, ഞാൻ അതിന് മാത്രമൊന്നുമല്ല, ചിന്തിക്കരുത്. ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയൊന്നുമില്ല, ആ പ്രതിഭയൊക്കെ പോയി, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. 50 ലക്ഷം ബാങ്ക് ബാലൻസ് ഉണ്ട്, 1/2 കോടി. തുള്ളരുത്. ഹൃദയം നഷ്ടപ്പെട്ടാൽ 60 ലക്ഷം ഓപ്പറേഷന് വേണ്ടി വരും, 10 ലക്ഷത്തിന് വാട്സപ്പ് ഗ്രൂപ്പ് വേണ്ടി വരും. ആരോടെ നമ്മൾ 5 ലക്ഷത്തിന്റെ സാരി എടുത്തിട്ട് നാളെ കോഴിക്കോട്ടേക്ക് കല്യാണത്തിന് പോകാൻ ഒരുങ്ങിക്കുന്ന സ്ത്രീയാണ്. എത്ര? 5 ലക്ഷത്തിന്റെ കാഞ്ചീപുരം ബനാറസ് മണ്ണാങ്ങട്ട 5 ലക്ഷത്തിന്റെ. ഓൽക്ക് ചിലപ്പോൾ തോന്നും ഞാൻ തല മറക്കാൻ മാത്രമൊന്നുമല്ല, ഞാനൊക്കെ ഏതാ മോള്. കാരണം 5.25 കോടിന്റെ കാറിലാണ് പോകാനുള്ളത്. അന്ന് രാവിലെ ഓൾക്ക് എഴുന്നേൽക്കാൻ കഴിയണില്ല. 5 കോടി കൊടുത്തിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡോക്ടറോട് ഇന്ന് കോഴിക്കോട്ടേക്ക് തക്കാരത്തിൽ പോകാതിരിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഓളെന്ന് എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഇനി 5 ലക്ഷത്തിന്റെ കാഞ്ചീപുരം പട്ടുസാരി വേണ്ട, 250 ഉറുപ്പിന്റെ ഒരു പുറത്ത് മതിയാവും, സുഖമായിട്ട് കടന്നോളൂ. നമ്മൾ ആരാണെങ്കിലും പടച്ചോൻ വിചാരിച്ച പെട്ടെന്ന് താട്ടാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പേടിക്കുക, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക, വേറൊന്നും പേടിക്കണ്ട, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക. അപ്പൊ നമ്മൾ മുസ്ലിമിന്റെ യഥാർത്ഥ വഴിയിൽ ഉറച്ചു നോക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സഹസിൽ വന്ന, ഇതിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഈ സഹസിലുള്ള സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് വയസ്സായ ആളുകളുണ്ട്, അള്ളാഹു തആല എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് ചെറുപ്പക്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, അള്ളാഹു തആല അവരുടെയൊക്കെ ജോലിയിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. പ്രസവ സംബന്ധമായ കാരണങ്ങളാൽ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തൊരു സഹോദരനുണ്ട്, അള്ളാഹു തആല സുഖപ്രസവം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ സഹസിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. ഈ സഹോദരിമാർക്കൊക്കെ അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുലക്ക് ക്യാൻസർ വരുന്നത് സ്തനാർബുദം കേരളത്തിലാണ്. തിരുവനന്തപുരത്ത് പെണ്ണുങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. എന്നിട്ട് തൊഴിവാക്കാൻ ഓപ്പറേഷൻ ഡേറ്റിന് വേണ്ടി അള്ളാഹു തആല വിശുദ്ധ ഖുർആന്റെയും അതുപോലെ തന്നെ മജ്ലിസ് നൂറിന്റെയും വാർഷിക പരിപാടിയിൽ ഈ പങ്കെടുത്ത സഹോദരിമാർ ഇത് ദീനിനെ പരിഗണിച്ചു വന്നവരാ. അങ്ങനെയുള്ള മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഭാര്യമാരാണ് നമുക്ക് ഊർജ്ജം നൽകുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ രോഗികളായ നമുക്ക് സഹിക്കാൻ കഴിയൂല. അവരെയും കൊണ്ട് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കുള്ള നടത്തണ്ടല്ലോ, കോഴിക്കോട്ടേക്കുള്ള നടത്തം ഏറ്റവും വലിയ ടെൻഷനാവും. കുടുംബം കുത്തുപാളയെടുക്കുന്ന അവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ. ചെറിയ കുട്ടികളെ പോലും മാരക രോഗം. ഇന്നലെ ഒരു സഹോദരൻ വരക്കാൻ പറഞ്ഞു, ഞാൻ എന്നോട് വസിയത്ത് ചെയ്ത് കടമ നിർവഹിക്കണം. ആ സഹോദരന്റെ കുട്ടിക്ക് 2 വയസ്സായി, പക്ഷെ മിണ്ടാൻ കഴിയൂല.
കേൾക്കൂല, ഒന്നും കേൾക്കൂല. അപ്പോൾ ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷന് കെട്ടിവെക്കേണ്ടത് 6.5 ലക്ഷം റുപ്യ. എന്നാൽ ഗ്യാരണ്ടി ഒന്നുമില്ല. പടച്ചറബ് നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളൊക്കെ കുട്ടികൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ അതിന് മറുപടി പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും വലിപ്പം നമ്മൾ അറിയില്ല സഹോദര, അറിയില്ല. നോക്കൂ നിങ്ങൾ, നമ്മളെപ്പോലെ ഒരു സഹോദരൻ, ഒരു സമാധാനമില്ല. 6.5 ലക്ഷം കെട്ടിവെക്കണം ഓപ്പറേഷൻ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ അഹങ്കാരം പറ്റപ്പോകും. ഇപ്പൊ അടുത്ത് കണ്ടില്ല ഞങ്ങൾ, ഒരു പെണ്ണ് പ്രസവിച്ച ഒരു എലിക്കുട്ടി, അറിഞ്ഞില്ലേ? വാർത്ത കണ്ടില്ലേ? കെട്ടുകഥല്ലല്ലോ, പത്രമാധ്യമങ്ങളിലൂടെ വന്നതാണ്. ഒരു എലിയെ പ്രസവിച്ചു. ആളുകൾ, ഗ്രാമവാസികൾ അതിനെ ചുട്ടുകരിച്ചു. ഇതെന്താ അവലക്ഷണമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ. ഇതാ പ്രവാചക കുടുംബത്തിലെ പ്രധാന കണ്ണിവിടുന്ന് ദ്വാരക്കും ആമീൻ പറയാം. നമ്മളെല്ലാവരും കൂടി ദ്വാരക്കാണത്. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. മലദ്വാരവും മൂത്രദ്വാരവും ഇല്ലാതെ കുട്ടികൾ പടക്കപ്പെടുക, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് എത്ര ലക്ഷങ്ങളാണ് പിന്നെ അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ചെലവഴിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ അള്ളാഹു തആല നല്ല ആരോഗ്യം നൽകുമ്പോൾ നമ്മൾ പിടുത്തം വിട്ട് ജീവിക്കും. അത് വേണ്ട. ഇതൊക്കെ തന്നത് അള്ളാഹുവാണ്. ഇതൊക്കെ പിൻവലിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഇത്തരം പ്രവർത്തനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അഭിമാനകരമായ ജീവിതം നൽകുമാറാവട്ടെ. അള്ളാഹു ഇവിടെ കൊല്ലങ്ങളായി നമ്മൾ നടത്തിവരുന്ന പരിപാടി, അതിനൊക്കെ ഓടി നടക്കുന്നവർ, സഹായിക്കുന്നവർ, സഹായിച്ചവർ, അള്ളാഹു തആല അവർക്കൊക്കെ അർഹമായ കൂലി നൽകുമാറാവട്ടെ. നമ്മൾ ഒരു മൈക്ക് സെറ്റ് സ്വന്തമായി വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരുപാട് ആളുകൾ അതിന് സംഭാവന നൽകി അത് വാങ്ങി. ഇരിക്കാൻ അവിടെ സ്ഥലമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ കസേര വാങ്ങണമെന്ന് 2 ക്ലാസിന് മുമ്പ് പറഞ്ഞപ്പോൾ അതിന് കസേര ഓരോരുത്തരും സഹസിൽ നിന്ന് ഏറ്റു. അങ്ങനെ അതിന് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അത് കോർഡിനേറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഈ പരിസരത്തൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ഈ സഹസിലുണ്ട്. അതുകൊണ്ട് അത് വർക്കുന്ന അള്ളാഹു തആല അവർക്കൊക്കെ അർഹമായ കൂലി നൽകുമാറാവട്ടെ. അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അവരുടെ സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകുമാറാവട്ടെ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടതിന് കാരണമാകുന്ന മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.